يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസികളെ, അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരും സദാ വർഷിക്കുമാറാകട്ടെ. കാരണമായ റബ്ബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന നല്ല മനുഷ്യരായി ജീവിക്കാനും മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്ന് നാളെ ഇതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും തുടക്കത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കൂടിയിരിക്കുവാനും സംസാരിക്കുവാനും കേൾക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി. ജീവിതത്തിന്റെ അവസാനം വരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഖൈറുകൾ ഒന്നുപോലും ഒഴിവാക്കാതെ, ഒരവസരം പോലും കളയാതെ അവനിലേക്ക് അടുക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മത്തിന്റെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ നമ്മളിവിടെ കൂടിയിരുന്നത് പോലെ നാളെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിന്റെ പൂന്തോട്ടങ്ങളിലും താഴ്വരകളിലും കൂടിയിരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ജീവിതത്തെയും മനുഷ്യനെയും മൃഗങ്ങളെയും പറവകളെയും മത്സ്യങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ജീവിതമാകുന്ന ചക്രത്തെ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളോടും കൂടി സംവിധാനിച്ചിരിക്കുന്നത് അല്ലാഹുവാണ്. ആ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ച പടച്ചവൻ താൻ എന്തിനാണ് അതിനെ സൃഷ്ടിച്ചതെന്ന് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനാണ് അല്ലാഹു ജീവിതത്തെയും മരണത്തെയും പടച്ചത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിന്റെ 2ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഒന്ന് പറയാൻ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അനുഗ്രഹീതനായ അല്ലാഹുവിന്റെ കയ്യിലാണ് രാജാധികാരം മുഴുവൻ. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് ജീവിതത്തെയും മരണത്തെയും പടച്ചത്. എന്തിനാണ് ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് പരീക്ഷിച്ചു നോക്കുന്നതിന് വേണ്ടിയാണ്, പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ പ്രതാപിയും അങ്ങേയറ്റം പൊറുക്കുന്നവനുമാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ, മനുഷ്യരുടെ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വസ്തുവിനെ
അസ്തിത്വത്തെ വിവരിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിന് പുറം ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ ഫജഅൽനാഹു സമീഅൻ ബസീറാ. നിസ്സാരമായ ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് അവന് ജന്മം നൽകുകയും അവന് അസ്തിത്വം നൽകുകയും തലച്ചോറ് നൽകുകയും കണ്ണും കാതും നൽകുകയും മിടിക്കുന്ന ഹൃദയം നൽകുകയും അവന്റെ ആന്തരികാവയവങ്ങളും അവന്റെ കൈകാലുകളുമെല്ലാം അവന് നൽകുകയും ചെയ്തത് നാമാണ്. എന്നിട്ട് അവന്റെ മുന്നിലേക്ക് നന്മയിലൂടെ സഞ്ചരിക്കുന്ന സൽപാതാവും ദുർമാർഗികളുടെ നന്ദികെട്ട വഴിയും രണ്ട് വഴികൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ്? അല്ലാഹുവിനെ മനസ്സിലാക്കുക. ഏത് വലിയ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അല്ലാഹുവിൽ അഭയം തേടാനും പടച്ച റബ്ബിൽ എല്ലാം സമർപ്പിക്കാനും എല്ലാ പ്രതീക്ഷകളും അല്ലാഹുവിൽ ഒതുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. പടച്ചവൻ സൂറത്തുൽ ബഖറയിൽ എന്താ പറഞ്ഞത്? ഞാൻ ചിലപ്പോൾ നിങ്ങളെ പരീക്ഷിക്കുമെന്നല്ല, ഞാൻ ഒരു പക്ഷെ നിങ്ങളെ പരീക്ഷിച്ചേക്കാം എന്നല്ല, അങ്ങനൊന്നല്ല പറഞ്ഞത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞെന്താണ്? വലനബലുവന്നകും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കും? ഭയം കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും, കൃഷിനാശം കൊണ്ട് പരീക്ഷിക്കും, ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹിക്കുന്ന മനുഷ്യന്മാരുടെയും മരണങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. ആരാണോ ക്ഷമിക്കുന്നത് അവർക്കാകുന്നു സന്തോഷ വാർത്ത. ഈ പരീക്ഷണങ്ങളെല്ലാം ജീവിതത്തിലേക്ക്, ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഉറപ്പിച്ചു പറഞ്ഞ വിഷയമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കാൻ, ആ സമയത്ത് കുറച്ച് സഹാബികൾ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? എന്തോരം ബുദ്ധിമുട്ടുകളാണ് ഞങ്ങളെ സഹിക്കുന്നത്, എത്ര പ്രയാസമാണ്, എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്, ഇതൊരു അവസാനമില്ലേ, ഇതിനൊരു അന്ത്യമില്ലേ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തിരിച്ചു പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ മാംസങ്ങൾക്കും തൊലികൾക്കും ഇടയിലൂടെ ഇരുമ്പിന്റെ ചീർപ്പുകൾ പ്രവേശിപ്പിക്കപ്പെട്ടു. അവരുടെ മാംസങ്ങളും അവരുടെ എല്ലുകളും പുറത്തേക്ക് പറിച്ചെടുക്കപ്പെട്ടു. അതിക്രൂരവും ഭയാനകവുമായ കിരാതമായ പീഡനങ്ങൾക്ക് അവർ ഇരയായി. പക്ഷെ അതൊന്നും അവരുടെ ഈമാനിനെയോ ആദർശത്തെയോ നശിപ്പിച്ചു കളഞ്ഞില്ല. അവർ അല്ലാഹുവിലുള്ള തവക്കുലിനായി ഉറച്ചു നിന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഡിസംബർ മാസം നമ്മുടെ നാട്ടിൽ മുഴുവൻ ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ സഹോദര സമുദായത്തിന്റെ ആഘോഷങ്ങൾ നമ്മൾ കാണാനിരിക്കാൻ. ആഘോഷങ്ങൾ നടക്കുന്നത് പ്രധാനമായും മഹദി, മറിയം ബീവിയുടെയും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. എന്തായാലും അവർക്ക് ആഘോഷവുമായോ അവർ പറയുന്ന കാര്യങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല എന്നിരിക്കെ തന്നെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കുണ്ട്. ആ ജീവിതം മുഴുവൻ ത്യാഗനിർഭരമാണ്. അല്ലാഹുവിന്റെ ഒരുപാട് പരീക്ഷണങ്ങൾ. ഒരു സ്ത്രീക്ക്, ഒറ്റപ്പെട്ട ആരുമില്ലാത്ത, തുണയില്ലാത്ത, ഇണയില്ലാത്ത ഒരു സ്ത്രീക്ക് അല്ലാഹുവിലുള്ള തവക്കുൽ കൊണ്ട് മാത്രം ഏത് രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് മഹദി മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം. അവരുടെ ജനനം തൊട്ടുള്ള ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. മറിയം ബീവിയുടെ ഉമ്മ ഗർഭം ധരിക്കുകയാണ്. ആ ഉമ്മ ഗർഭം ധരിച്ചപ്പോ അവർ അല്ലാഹുവിനോട് പറയുന്നു, നേർച്ച നേരുകയാണ്. എന്താണ് നേർച്ച? അവർ പറയുന്നു, ഇദ് ഖാലത് ഇംറഅതു ഇംറാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞാനിതാ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിന്റെ മാർഗത്തിലേക്ക് ഞാൻ നേർച്ചയാക്കിയിരിക്കുകയാണ്, നിന്റെ
മാർഗത്തിലേക്ക് ഞാൻ സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്. അവനെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ നിന്റെ മാർഗത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടി, നിന്റെ പള്ളികളിൽ സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടി, നിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് വിടാൻ ഞാൻ ഇതാ തീരുമാനിച്ചിരിക്കുകയാണ് റബ്ബേ എന്ന് തന്റെ വയറ്റിലുള്ള കുഞ്ഞ് ആണാണെന്ന് കരുതി മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ അല്ലാഹുവിന്റെ മുന്നിൽ നേർച്ച നേരുകയാണ്. അങ്ങനെ അവർ പ്രസവിക്കുന്നു. ഫലമ്മാ വഅതഹാ ഖാലത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ. അങ്ങനെ അവർ പ്രസവിച്ചപ്പോ അവർ പറയുകയാണ് ഇന്നി വദഅതുഹാ ഉൻസാ, അല്ലാഹുവേ ഞാൻ ഇതാ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയിരിക്കുകയാണ്, ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ്. വല്ലാഹു അഅലമു ബിമാ വദഅത്, അവൾ പ്രസവിച്ചതിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ് പടച്ച റബ്ബ്. വലൈസ ദക്കറു കൽ ഉൻസാ, ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ പ്രസവിച്ചിട്ട് ആ പ്രസവിച്ച വിവരം അല്ലാഹുവോട് പറയാണ്, പടച്ചോനെ ഞാൻ നിനക്ക് നേർച്ച നേർന്നിട്ടുണ്ട്, എന്റെ വയറ്റിലുള്ള കുട്ടിയെ നിന്റെ മാർഗത്തിൽ നിർലോഭം നിരുപാധികം സേവനത്തിന് വേണ്ടി വിടുമെന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. പക്ഷെ ഞാനിതാ റബ്ബേ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയെയാണ്. അല്ലാഹു പറയുന്നു വല്ലാഹു അഅലമു ബിമാ വദഅത്, ഗർഭാശയങ്ങളിൽ ഉള്ളത് ആണാണോ പെണ്ണാണോ, കറുത്തവനാണോ വെളുത്തവനാണോ, കുറിയവനാണോ നീണ്ടവനാണോ, ബുദ്ധിമാനാണോ മന്ദബുദ്ധിയാണോ, അനുസരണയുള്ളവനാണോ അനുസരണ ഇല്ലാത്തവനാണോ, ഹിദായത്തുള്ളവനാണോ ദലാലത്തുള്ളവനാണോ, സമ്പന്നനാണോ ദരിദ്രനാണോ എന്നെല്ലാം വ്യക്തമായി നിർണയിക്കുന്നത് അല്ലാഹുവിന്റെ അധികാരത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അത് ആർക്കും കൈകടത്താൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിൽ പടച്ചവൻ പറഞ്ഞതായി നമുക്ക് കാണാം, ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഗർഭാശയങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവൻ രൂപമാറ്റം നടത്തുന്നു. ആ കുട്ടി ഏത് വിധമാകണമെന്ന് തീരുമാനിക്കുന്നത് പടച്ച റബ്ബ് മാത്രമാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം, അവനല്ലാതെ ആരാധ്യനില്ല, അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു. എന്നിട്ട് പടച്ചവൻ പറയാണ് വലൈസ ദക്കറു കൽ ഉൻസാ, ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെ ആവില്ല. പെണ്ണ് ഒരു പാന്റും കുപ്പായി ഇട്ടെന്ന് വിചാരിച്ച ആണിനെ പോലെ ആവില്ല, ആണ് പാവാടയും ഉടുപ്പും എടുത്തെന്ന് വിചാരിച്ചിട്ട് പെണ്ണിനെ പോലെ രണ്ടും രണ്ടാണ്. നമ്മൾ ഈ അടുത്ത കാലത്തായി കാണുന്ന ഒരു വലിയ ദുരന്തമാണ്, വലിയ വിവാദമാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഏറ്റവും വലിയ ചതി നടക്കുന്നത് അവിടെ, ഏറ്റവും വലിയ ചതി ഇവിടെ എന്താണ്? ഈ ആളുകൾ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ആണ് വസ്ത്രം ധരിക്കുന്നത് പോലെ ധരിച്ചാൽ പെണ്ണിന് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പെണ്ണ് ആണിനേക്കാൾ മോശമാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇസ്ലാം സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ മഹത്വം നൽകിയിട്ടുണ്ട്. ഈ ലോകത്ത് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചപ്പോ നിന്റെ ഉസ്താദിനെയാണ് എന്നല്ല റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്, നിന്റെ വാപ്പാനെ നല്ല റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്, നിന്റെ മഹല്ല് കമ്മിറ്റിയിലെ സെക്രട്ടറിയും പ്രസിഡന്റും എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. മറിച്ച് ആരെയാണ്? ഉമ്മുക വ ഉമ്മുക വ ഉമ്മുക, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ് 3 വട്ടം. എന്നിട്ട് പിന്നെ നിന്റെ വാപ്പയാണ്. 4ാമത്തെ വട്ടം മാത്രമേ വാപ്പാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല ഒരാൺകുട്ടി ജനിച്ചാൽ പ്രത്യേകമായിട്ടൊന്നും റസൂൽ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു 2 പെൺകുട്ടികൾ ഒരാൾക്ക് ജനിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടികൾക്ക് യഥാർത്ഥമായ രീതിയിലുള്ള സംരക്ഷണം നൽകി നല്ല കല്യാണം കഴിച്ച് അവരെ പറഞ്ഞയച്ചാൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. മാത്രമല്ല പെൺകുട്ടികളുടെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു സമുദായത്തിന്റെ മുന്നിൽ ഫാത്തിമ എന്റെ കരളിന്റെ രക്തമാണ് എന്റെ പൊന്നുമോൾ ഫാത്തിമ എന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പുരുഷനേക്കാൾ മഹത്വം സ്ത്രീക്കുള്ളതായി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ കൈകാര്യകർത്തൃത്വത്തിന്റെ കാര്യം വരുമ്പോ, നിയന്ത്രണാധികാരത്തിന്റെ കാര്യം വരുമ്പോ ചെലവ് മുഴുവൻ ഇസ്ലാം വെച്ചിരിക്കുന്നത് പുരുഷന്റെ തലയിലാണ്. ഒരു സ്ത്രീ സമ്പാദിക്കുന്നുണ്ട്, ആ സമ്പാദ്യം അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഭർത്താവിന് പോയിട്ട് ഓളോട് ഇന്നത്തെ ചെലവ്, ഈ മാസത്തെ സാധനം നീ വാങ്ങിക്കണം, ഈ മാസത്തെ ചെലവ് പലചരക്കടയിലെ ചെലവൊക്കെ നീ എടുക്കണം എന്ന് പറയാൻ അയാൾക്കൊരു അവകാശമില്ല, ഒരവകാശമില്ല. അവൾ എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ, ഭർത്താവിന്റെ അനുവാദത്തോടെ ജോലിക്ക് പോവുകയും സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അവരുടെ അവകാശം മാത്രമാണ്. എന്നാൽ ഒരു പുരുഷൻ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ, അവനൊരു വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ ആ വസ്ത്രത്തിന് സമാനമായ വസ്ത്രം തന്റെ ഭാര്യയ്ക്ക് വാങ്ങി കൊടുക്കണം. അവനൊരു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് സമാനമായ ഭക്ഷണം തന്റെ ഭാര്യയ്ക്ക് വാങ്ങി കൊടുക്കണം. അവനൊരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അതിന് സമാനമായ പാത്രം അവന്റെ ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് പുരുഷന് അല്ലാഹു കൊടുത്തൊരു ബേർഡനാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ പിന്നാലെ അവരുടെ
സംരക്ഷണത്തിനും അവളുടെ നിയന്ത്രണത്തിനുമുള്ള അധികാരം പുരുഷന് കൊടുത്തുന്നുള്ളത്. ഒരിക്കലും സ്ത്രീ പുരുഷനോ ഒന്നല്ല. നാളെ പറയാണ് കുറച്ച് ആളുകൾ, കുറച്ച് ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ പറയാം, കുറെ കാലമായി സ്ത്രീകൾ പ്രസവിക്കാൻ തുടങ്ങിയിട്ട്, ഇനി കുറച്ചു കാലം പുരുഷന്മാരെ പ്രസവിക്ക് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അംഗീകരിച്ചാൽ അതിനോട് പറ്റുമോ? കുറച്ചാളെ ശരിയാണ്, സ്ത്രീകൾ കുറെ കാലമായാലും പ്രസവിക്കാൻ തുടങ്ങിയിട്ട്, കുറെ കാലമായാലും മുല കൂട്ടാൻ തുടങ്ങിയിട്ട്, ഈ കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത്. ഇനി കുറച്ചു കാലം ആണുങ്ങൾ പ്രസവിക്കട്ടെ, കുറച്ചു കാലം ആണുങ്ങൾ മുല കൂട്ടട്ടെ എന്ന് പറഞ്ഞ് അംഗീകരിച്ചാലും അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്ത്രീയെയും പുരുഷനെയും അള്ളാഹു രണ്ടായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരിക്കലും അവർ രണ്ടുപേരും ഒരുപോലെയല്ല, അവർ പരസ്പരം പൂരകമാണ്. അത് ഞാൻ സന്ദർഭത്തിനനുസരിച്ച് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അള്ളാഹു പറയുന്നുണ്ട്, ഒരിക്കലും ആണും പെണ്ണും ഒരുപോലെയല്ല, രണ്ടും രണ്ടാണ്, വ്യത്യസ്തമാണ്. സൃഷ്ടിച്ച പടച്ചവനാണ് പറയുന്നത്. പാദാദികേശം വ്യത്യസ്തമാണ്, അടിമുതൽ മുടി വരെ വ്യത്യസ്തമാണ്, വിരൽ തലപ്പ് വരെ വ്യത്യസ്തമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് മറിയം ബിബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ അവിടെ വെച്ച് പറയാണ്, വഇന്നി സമ്മൈതുഹാ മറിയം വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ഞാൻ ഇതാ ഇവൾക്ക് മറിയം എന്ന പേരിടുകയാണ്. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇവിടെ തൊട്ടും ഇവരുടെ സന്താന പരമ്പരകൾക്ക് വേണ്ടിയും ഞാനിതാ റബ്ബേ, ശപിക്കപ്പെട്ട പിശാചിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞാനിതാ നിന്നോട് കാവലിനെ തേടുകയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം ആദ്യമായി നടത്തേണ്ട പ്രാർത്ഥന എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് ഉദാഹരണം കാണിച്ചു തരുന്നു. ആദ്യമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം എന്താണ് ദ്വാരക്കേണ്ടത്? മറിയം ബിബിയുടെ ഉമ്മ എന്താണ് ദുആ ചെയ്തത്? ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ഇവളെയും ഇവരുടെ സന്താന പരമ്പരകളെയും പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് നീ കാത്തു സംരക്ഷിക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് മറിയം ബിബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ പ്രാർത്ഥിച്ചു എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, നിങ്ങളെ പിശാച് വഞ്ചിച്ച് കളയാതിരിക്കട്ടെ, കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും സ്വർഗ്ഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ നിങ്ങളെയും അവൻ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധ ഖുർആനിൽ മുന്നറിയിപ്പ് നൽകിയതായി കാണാൻ കഴിയും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ശൈത്താൻ 7 രീതിയിലാണ് മനുഷ്യനെ വഞ്ചിക്കാൻ വരിക. 7 രീതിയിൽ. ഏതൊക്കെയാണ് ഈ രീതികൾ? അദ്ദേഹം പറയുന്നു, ഒന്നാമത്തത് ശിർക്കായിട്ടാണ് വരിക. ഒരു മനുഷ്യൻ ഓൻ എന്ത് സംഭവിക്കണം എന്നാണ് ശൈത്താൻ ആദ്യം ആഗ്രഹിക്കുക? ഓന് ശിർക്ക് സംഭവിക്കണം എന്നാണ് ആഗ്രഹിക്കുക. ഒരാൾ ശിർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ പിശാച് അവന്റെ ചങ്കാണ്, അവന്റെ ഏറ്റവും അവനോട് പിന്നെ ശൈത്താന്റെ പോലെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം അവൻ വേറെ എന്ത് കർമ്മങ്ങൾ ചെയ്താലും, വേറെ എന്ത് നന്മകൾ ചെയ്താലും അതൊന്നും അവന് ജീവിതത്തിൽ ഉപകാരപ്പെടാൻ പറ്റില്ല. അവന്റെ ജീവിതത്തിൽ ശിർക്കുണ്ടെങ്കിൽ ആ ശിർക്ക് സംഭവിച്ചാൽ പിശാചിനോട് ദേഷ്യമില്ല, ഒരു പ്രശ്നമില്ല. ഇനി അതിൽ അവനെ വീഴ്ത്താൻ പറ്റിയിട്ടില്ലേ? ശിർക്കിൽ അവനെ വീഴ്ത്താൻ പറ്റിയിട്ടില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് അവനെ വീഴ്ത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ പിശാച് ഒരു വിദഗ്ധമായിട്ടാണ്. വിദഗ്ധ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത എന്തറിയും? നമ്മൾ ഒരുപാട് നേരം കർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് നേരം അമലുകൾ ചെയ്തു, ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് ദുആ ചെയ്തു, നമ്മുടെ മനസ്സിലൊരു സമാധാനം കിട്ടാനുണ്ട്, ഒരു സക്കീനത്ത് കിട്ടാണ്. ഈ വിദഗ്ധ ചെയ്യുന്ന ആളുകൾക്ക് അതേ സക്കീനത്ത് കിട്ടും, അതേ സമാധാനം കിട്ടും. ആ സമാധാനം എവിടെ നിന്നതാണ്? പിശാചിന്റെ അടുത്തുള്ളതാണ്, ശൈത്താന്റെ അടുത്തുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിക്കാം? ഇയാൾ വീണ്ടും വീണ്ടും ആ വിദഗ്ധത്തിൽ ഇങ്ങനെ ഉറച്ചുറച്ചു നിൽക്കും, പുത്തനാചാരത്തിൽ ഉറച്ചു. ഒരിക്കലും അയാൾ രക്ഷപ്പെടൂല. ഇനി ഈ ശിർക്കിൽ നിന്നും വിദഗ്ധത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടു, ഈ 2 ചതിക്കുടിയിലും ഒരാൾ പെട്ടില്ല. മൂന്നാമതായി ശൈത്താൻ എന്തായിട്ടാണ് വരിക? വൻപാപങ്ങളായിട്ട് വരും. വലിയ വലിയ തിന്മകൾ, വലിയ വലിയ പാപങ്ങൾ അവനെ കൊണ്ട് ചെയ്യിക്കും. എന്നിട്ട് എന്താണ് പറയാ? നിന്റെ അടുത്ത് ശിർക്കില്ലല്ലോ, വിദഗ്ധം ഇല്ലല്ലോ, നീ സ്വർഗത്തിൽ പോകും, നീ രക്ഷപ്പെടും, ബേജാറാവാനൊന്നുമില്ല, പ്രയാസപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് വലിയ തിന്മകൾ ചെയ്യിക്കും. ഈ 3 സംഗതികളിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടാൽ നാലാമതായി അവനെ കൊണ്ട് ചെറുപാപങ്ങൾ ചെയ്യിക്കും. ആ ചെറുപാപങ്ങളുടെ ആധിക്യത്താൽ അവൻ മുച്ചൂടുന്ന
നശിച്ചു പോകും. ചെറിയ ചെറിയ തെറ്റുകളായിരിക്കും, അതവൻ ഗൗരവത്തിലെടുക്കില്ല, ഗൗനിക്കില്ല. പക്ഷേ ജീവിതത്തിന്റെ അവസാനത്തിൽ ആ ചെറുപാപങ്ങളാൽ അവൻ നാശമടഞ്ഞു പോകും. ഈ നാലാമത്തെ കാര്യത്തിലും ഒരാളെ വഞ്ചിക്കാൻ പിശാചിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ 4 ചതിക്കുഴികളിലും രക്ഷപ്പെടാൻ ഒരാൾക്ക് സാധിച്ചാൽ, അഞ്ചാമതായി ശൈത്താൻ കടന്നു വരിക അനുവദനീയമായ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ദുനിയാവിനെ കൊണ്ട് അവനെ ബിസിയാക്കി കളയും. ഒരുപാട് കാര്യങ്ങൾ അവന്റെ മുന്നിൽ അങ്ങോട്ട് തുറന്നു കൊടുക്കും. ഇന്നത് ചെയ്യും. കച്ചവടത്തിൽ എങ്ങനെ തിരക്കിലായിരിക്കും. പടച്ചോനെ ഓർക്കാനോ നിസ്കരിക്കാൻ പോവാനോ അദ്കാറുകൾ ചെല്ലാനോ ഖുർആനോ ഒന്നിനൊരു സമയം ഉണ്ടാവില്ല. ഫുൾ ടൈം ബിസി ആയിരിക്കും. ആ വിധത്തിൽ അവനെ നശിപ്പിക്കും. ഇനി ഈ 5 ചതിക്കുഴികളും ഒരാൾ ചാടിക്കടന്നു കഴിഞ്ഞാൽ, ആറാമതായി ശൈത്താൻ അവന്റെ അടുത്തേക്ക് വരിക, അവനെ കൊണ്ട് ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്യിക്കും. വലിയ പ്രതിഫലമില്ലാത്ത ചെറിയ പ്രതിഫലം മാത്രമുള്ള കർമ്മങ്ങൾ അവനെ കൊണ്ട് ചെയ്യിച്ച് സ്വർഗത്തിൽ അവന് കിട്ടുന്ന സ്ഥാനം പരമാവധി കുറക്കാൻ നോക്കും. ഇതാണ് അടുത്തതായി ശ്രമിക്കുക. ഈ 6 ചതിക്കുഴികളിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടാൽ, ഏഴാമതായി പിശാച് അവന്റെ അടുത്തേക്ക് വരാൻ പോകുന്നത് അവന്റെ ജീവിതത്തിൽ മുഴുവൻ അവനെ ശല്യം ചെയ്യും. അവന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ പടച്ചുവിടും. അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തെറ്റുകൾ ചെയ്തു എന്നുള്ള ആരോപണം അവന്റെ പേരിൽ ഉന്നയിക്കപ്പെടും. ഈ രീതിയിൽ മരണം വരെ അവനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ ചതിയെല്ലാം പിശാചിന്റെ ചതിക്കുഴികളാണ്. ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് പിശാചിന്റെ ചതി എന്നത് പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നത്. നരകവാസികൾ അവസാനം നരകത്തിൽ ചെന്നാപതിച്ച് നരകത്തിന്റെ ശിക്ഷകൾ അനുഭവിക്കുന്ന സമയത്ത് അവിടെ പിശാച് പറയുന്ന 2-3 വർത്തമാനങ്ങളുണ്ട്. ആ വർത്തമാനത്തിൽപ്പെട്ട ഒരു വർത്തമാനമാണ് ശൈത്താൻ പറയും, വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറ. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പോൾ പിശാച് സംസാരിക്കുകയാണ്. എന്താണ് അവൻ സംസാരിക്കുന്നത്? ഇന്നല്ലാഹു വഅദകും വഅദൽ ഹഖ്. നിശ്ചയം അല്ലാഹു നിങ്ങൾക്ക് സത്യമായ ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നു. വവഅദ്തുകും ഫഅഖ്ലഫ്തുകും. ഞാൻ നിങ്ങൾക്ക് അത് തെറ്റായ ഒരു വാഗ്ദാനവും ചെയ്തിരിക്കുന്നു, കള്ളമായ ഒരു വാഗ്ദാനവും ചെയ്തിരിക്കുന്നു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ. എനിക്കൊരു അധികാരവും നിങ്ങളിൽ ഉണ്ടായിട്ടില്ല, ഒരു ചെലുത്തധികാരവും എനിക്ക് പടച്ചോ നിങ്ങളിൽ തന്നിട്ടില്ല. ഇല്ലാ അൻ ദഅഉതുകും ലി. നിങ്ങളെ ഞാൻ വിളിച്ചു എന്നല്ലാതെ. ഫസ്തജബതും ലി. നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി. അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളുക. നിങ്ങൾക്ക് എന്നെയോ എനിക്ക് നിങ്ങളെയോ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നതല്ല. പിശാച് അവസാനമായി നടത്തുന്ന ചതിയുടെയും വഞ്ചനയുടെയും പരിസമാപ്തിയാണ് നരകത്തിൽ വെച്ച് നടത്തുന്ന ഈ ഒരു ഹുതുബ, ഈ ഒരു സംസാരമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു. ഇതറിയുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്ത്രീകളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ അവർക്ക് ബോധമുണ്ടെങ്കിൽ, അവർക്ക് ശരീരം കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ, മാനസികമായി കഴിയുന്നുണ്ടെങ്കിൽ, ആ ചോര പൈതലിന് വേണ്ടി ആദ്യമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്? ഇതാണ്, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ മകനെ അവരുടെ വംശപരമ്പരയെ, സന്താന പരമ്പരയെ നാഥാ വഞ്ചകനായ മഹാവഞ്ചകനായ പിശാചിന്റെ ആ കൂട്ടത്തിന്റെ ചതിക്കുഴികളിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കണം. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. അല്ലാഹു തുടർന്ന് പറയുന്നു, ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ വഅൻബതഹാ നബാതൻ ഹസനാ. ആ മറിയം ബീവിയുടെ പ്രാർത്ഥന, ആ മറിയം ബീവിയുടെ ഉമ്മയുടെ നേർച്ച അതാ പടച്ച റബ്ബ് സ്വീകരിക്കുകയാണ്. ബിഖബൂലിൻ ഹസന, ഏറ്റവും നല്ലൊരു സ്വീകരണം. വഅൻബതഹാ നബാതൻ ഹസന, എന്നിട്ട് മറിയം ബീവിയെ ഏറ്റവും നല്ല രീതിയിൽ പടച്ചവൻ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ്. വകഫലഹാ സക്കരിയ, ആ മറിയം ബീവിയുടെ സംരക്ഷണം പടച്ചവൻ ഏൽപ്പിക്കുന്നത് ആരെയാണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ആ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംരക്ഷണം ഏൽപ്പിച്ച് നല്ല രീതിയിൽ, അല്ലാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ, ഏറ്റവും നല്ല സ്വഭാവത്തിൽ, ഏറ്റവും നല്ല ഇഖ്ലാസിൽ, ഏറ്റവും നല്ല ഭക്തിയിൽ മറിയം ബീവി അതാ തന്റെ മിഹ്റാബിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. അങ്ങനെ അവർ വളർന്നു വലുതായപ്പോ അല്ലാഹുവിന് ഇഷ്ടമുള്ള, അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുത്ത, അല്ലാഹുവിന്റെ സ്നേഹം നേടിയെടുത്ത ഒരു മഹതിയായവർ മാറുകയാണ്. പിന്നീടുള്ള ചരിത്രം ഖുർആൻ പറയുന്നു, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ മിഹ്റാബിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ
മറിയം ബീവിയുടെ മുന്നിൽ സുലഭമായിട്ടുണ്ട്. ആ രാജ്യത്ത് ആർക്കും കിട്ടാത്ത, ആർക്കും വാങ്ങിക്കാൻ കഴിയാത്ത, കായ്ക്കാത്ത തരത്തിലുള്ള പഴങ്ങളതാ മറിയം ബീവിയുടെ മുന്നിൽ സുലഭമായി കാണുന്നു. സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, മറിയമേ പൊന്നുമോളെ, എവിടെ നിന്നാണ് നിനക്ക് ലഭിക്കുന്നത്? ഈ നാട്ടിൽ നിന്റെ വിളയുടെ സമയമല്ലല്ലോ, ഈ നാട്ടിൽ നിന്റെ സീസണല്ല, ആർക്കും തന്നെ ഈ പഴവർഗ്ഗങ്ങൾ ഈ സമയത്ത് ലഭിക്കുകയുമില്ല. എവിടെ നിന്നാണ് മോളെ നിനക്ക് ഈ പഴവർഗ്ഗങ്ങൾ ലഭിക്കുന്നത് എന്ന് മറിയം ബീവിയോട് സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോൾ മറിയം ബീവി മറുപടി പറയുകയാണ്, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്, പടച്ചറബ് നൽകുന്നതാണ്. ഈ പ്രകൃതി ഓരോ പഴവർഗ്ഗത്തിനും ഈ പ്രകൃതിയിൽ സമയം നിർണയിച്ച പടച്ചറബ് എന്റെ മുന്നിൽ സമയത്തിന്റെ കണക്കില്ലാതെ എനിക്കങ്ങനെ കണക്കില്ലാതെ എന്റെ പടച്ചറബ് നൽകുകയാണ്, എനിക്ക് എന്റെ റബ്ബ് നൽകിയതാണ്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടിയാണ്. എന്താണ് രംഗം? ഒരു കറാമത്ത് കണ്ണുകൊണ്ട് കാണുക. ഒരു കറാമത്ത് സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ണുകൊണ്ട് കാണാൻ. നമ്മുടെ നാട്ടിൽ ഒരാളെ കറാമത്ത് കണ്ട എന്താ സ്ഥിതി? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനൊരു കറാമത്ത് കണ്ടാൽ പിന്നെ എന്താണ് സ്ഥിതി? ഒന്നും ആലോചിക്കൂല. അവിടെ ഒരു പച്ച പുതപ്പും വിരിക്കും, പിന്നെയുള്ള ബാക്കിയുള്ള പരിപാടികൾ അവിടെ തുടങ്ങും, ഒരു ഭണ്ഡാരം ഉണ്ടാവും, പിന്നെ കോടികളുടെ വരുമാനമായിരിക്കും. ഇല്ലാത്ത കറാമത്ത് കഥകൾ പറഞ്ഞിട്ട് തന്നെ ഇവിടെ കച്ചവടം പൊടിപൂരാണ്. എന്തൊക്കെ കഥകളാണ് ഈ നാട്ടിൽ ആളുകൾ പറഞ്ഞു നടക്കുന്നത്? എന്തൊക്കെ കഥകൾ, ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് നുണക്കഥകൾ. എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ പറ്റിക്കാൻ, എന്നിട്ട് അവരെവിടെ പോകണം? തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് അല്ലാഹുവിനെ വിട്ടിട്ട് പടച്ചവനിൽ തവക്കുലാക്കാതെ ഈ വക മനുഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് തങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും മുഴുവനും പറഞ്ഞ് സ്വന്തം ഈമാൻ ബാത്തിലാക്കി കളയുന്ന അവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ കറാമത്ത് കണ്ടു. ആ കറാമത്ത് കണ്ടു ബോധിച്ചു. മറിയം ബീവി പറഞ്ഞു, ഇതെനിക്ക് പടച്ചോൻ തന്നതാണെന്ന് പറഞ്ഞു. എന്താ സക്കറിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതികരണം? സക്കറിയ നബി ആണെങ്കിൽ വലിയൊരു സങ്കടം കൊണ്ട് നിൽക്കുക. എന്താ സങ്കടം എന്നറിയോ? സൂറത്തുൽ മറിയം നമ്മുടെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ ആ കുട്ടി പാരായണം ചെയ്തല്ലോ, സൂറത്തുൽ മറിയം. ആ മറിയമിൽ പറയുന്നുണ്ട്, അള്ളാഹു പറയാണ്, താടിമുടികൾ നരച്ചുപോയി. സക്കറിയ നബിയുടെ പ്രാർത്ഥനയാണ്, പടച്ചോനെ എന്റെ എല്ലുകൾ ശോഷിച്ചു പോയി, തൊലിക്ക് പുറമെ ഇതാ ചുളിവുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി, എനിക്കൊരു നല്ല മകനെ വേണം, ഇത്രയായിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടായിട്ടില്ല. ആ ഒരു വലിയ സങ്കടം കൊണ്ടാണ് സക്കറിയ നബി നിൽക്കുന്നത്. ഇപ്പോ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ, ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ മറിയം എന്ന പേരുള്ള പല സാധനങ്ങളുണ്ട്. മറിയം പൂവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ സക്കറിയ നബി മറിയം ബീവിയുടെ മുന്നിൽ നിൽക്കുന്നത് ആ പ്രശ്നം കൊണ്ടാണ്. എന്താ അദ്ദേഹം ചെയ്തത്? തൊട്ടടുത്ത ആയത്തിൽ പടച്ചോൻ പറയുന്നുണ്ട്. എന്താ സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്? അദ്ദേഹം പറയാണ്, ഹുനാലിക ദഅ സക്കറിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. ആ നിമിഷം അവിടെ വെച്ച് മറിയം ബീവിയുടെ മിഹ്റാബിൽ വെച്ച് സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? ആ കറാമത്തിന്റെ ഉടമസ്ഥനെ. ആരാണോ മറിയം ബീവിക്ക് ആ കറാമത്ത് നൽകിയത്, ആരാണോ മറിയം ബീവിക്ക് ആ ബഹുമതി നൽകിയത്, ആ ബഹുമതി നൽകിയ യഥാർത്ഥ സ്രോതസ്സിലേക്ക് സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൈയുയർത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, അല്ലാഹ് എന്റെ രക്ഷിതാവേ, ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, എനിക്ക് നല്ലൊരു സന്താനത്തെ നൽകണമേ. ഇന്നക സമീഉദ് ദുആ, നിശ്ചയം നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, ദുആ കേൾക്കുന്നവനാണ്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതാ അവർക്ക് പരീക്ഷണം തുടങ്ങുകയാണ്. വലിയ ദർജയുള്ള ആളാണ് മറിയം ബീവി, അല്ലാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവരാണ് മറിയം ബീവി. പക്ഷേ അവരുടെ ജീവിതത്തിൽ അതാ പരീക്ഷണം തുടങ്ങുകയാണ്. ആ പരീക്ഷണത്തെ കുറിച്ച് സൂറത്തുൽ മറിയമിൽ നമുക്ക് വായിക്കാൻ കഴിയും. അല്ലാഹു പറയുന്നു, വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദ് തബദത് ബിഹാ മകാനൻ ശർഖിയ. അല്ലാഹുവിനെ കൂടുതൽ ആരാധിക്കുന്നതിന് വേണ്ടി തസ്ബീഹിലും തഹ്മീദിലും തക്ബീറിലും നമസ്കാരത്തിലും ദുആയിലും അല്ലാഹുവിനുള്ള ഇബാദത്തിലുമായി
സുഖമായി കഴിഞ്ഞുകൂടുന്നതിന് വേണ്ടി മറിയം ബീവി അതാ കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശത്തേക്ക് മാറി താമസിക്കുകയാണ്. എന്നിട്ട് ജനങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയാണ്. ആ ജനങ്ങളിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് മറിയം ബീവി ഇബാദത്തിൽ ആരാധനാ നിമഗ്നയായി കഴിഞ്ഞുകൂടുന്ന സമയം അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുകയാണ്. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമത്തല ലഹാ ബശറൻ സവിയാ. തികഞ്ഞ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ പരമകാരുണികനായ റബ്ബിൽ ഞാൻ ഇതാ അഭയം തേടുകയാണെന്ന് മറിയം ബീവി ജിബ്രീലിനെ കണ്ടപ്പോൾ ആരാണെന്ന് തിരിച്ചറിയാതെ പറയുകയാണ്. ജിബ്രീൽ അതാ പ്രതികരിക്കുന്നു. ഖാല ഇന്നമാ അന റസൂലു റബ്ബുകി ലിഅഹബ ലകി ഗുലാമൻ സകിയാ. നിന്റെ ഗർഭാശയത്തിൽ പിറവിയെടുക്കാൻ പോകുന്ന, നിനക്ക് ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ വേണ്ടി കടന്നു വന്ന നിന്റെ റബ്ബിന്റെ ദൂതനാണ് ഞാൻ, അല്ലാഹുവിന്റെ ദൂതനാണ് ഞാനെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മറിയം ബീവി പ്രതികരിക്കുന്നു. ഖാലത് അന്നാ യകൂനു ലീ ഗുലാം. എനിക്കെങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? എനിക്കെങ്ങനെയാണ് സന്താനം ഉണ്ടാവുക? വലം യംസസ്നി ബശറൻ വലം അകു ബഗിയാ. എന്നെ ഇന്നവരാരും സ്പർശിച്ചിട്ടില്ല, ഞാൻ വഴികേടിലായിക്കൊണ്ട് സഞ്ചരിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാവുക? ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല കദാലിക്. അപ്രകാരമാണ് മറിയമേ കാര്യങ്ങൾ. ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. നിന്റെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതെത്രയോ നിസാരമായ കാര്യമാണ്. വലിനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ. അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ദൃഷ്ടാന്തമായിക്കൊണ്ട് പടച്ച റബ്ബിന്റെ റഹ്മത്തായിക്കൊണ്ട് വകാന അംറൻ ഖദിയാ. ആ കാര്യം അതാ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. ആ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകുകയില്ല എന്ന ആ വാർത്ത അറിയിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു പോവുകയാണ്. ഫഹമലതു ഫന്തബദത് ബിഹി മകാനൻ ഖസിയാ. മറിയം ബീവി ഗർഭം ധരിക്കുകയാണ്. ഫന്തബദത് ബിഹി മകാനൻ ഖസിയാ. വിദൂരമായ പ്രദേശത്തേക്ക് ആ ഗർഭവുമായി അവർ മാറിക്കളയുകയാണ്. ഇവിടെ ആണിനെയും പെണ്ണിനെയും ജനനത്തിന് പ്രജനനത്തിന് കാരണമാക്കിയത് പടച്ചോനാണ്. പക്ഷെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വയറ്റിൽ കുട്ടി ഉണ്ടാവേണ്ടത് ഒരു പുരുഷ സംസർഗത്തിലൂടെയല്ല എന്ന് തീരുമാനിച്ചതും അല്ലാഹുവാണ്. ഇന്ന് സയൻസിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പാർത്തനോജെനിസിസ് എന്ന് പറയുന്ന പ്രത്യേകമായ അവസ്ഥയിലൂടെ ഒരാണിന്റെ സ്പർശം പോലുമില്ലാതെ സ്ത്രീക്ക് കുട്ടി ഉണ്ടാവും എന്നൊക്കെ ശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു തീരുമാനമെടുത്തു. പടച്ചവനോട് തീരുമാനമെടുത്തു. മറിയം ബീവി, നിങ്ങളൊന്ന് ആലോചിച്ചു, തറവാട്ടിൽ പറഞ്ഞ ഒരു പെണ്ണ്, ഒരു സ്ത്രീ, അവൾക്കൊരു കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു ഗർഭം ഉണ്ടാവാൻ, ഇനി പാർത്തനോജെനിസിസ് വഴി എന്നൊരു കുട്ടി ഉണ്ടായിരിക്കാം, എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ നാട്ടിലെ കാക്കമാരോട് പാർത്തനോജെനിസിസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. എന്ത് പാർത്തനോജെനിസിസ്? ഓട് മാണ്ടാത്തടത്ത് പോയിട്ടാണ് മാണ്ടാത്ത കളി കളിച്ചിട്ട് ആയതെന്ന് പറയും. ഒരു സംശയമില്ല. ആ പെണ്ണിനെ മാത്രമല്ല, ആ കുടുംബത്തിന് മുഴുവൻ ചീത്തപ്പേരുണ്ടാവും. പിന്നെ ആൾക്കാരുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ കഴിയുമോ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപമാനഭാരം, ഏറ്റവും വലിയ ഹൃദയവേദന, ഏറ്റവും വലിയ ദുഃഖമുണ്ടാകുന്ന ഒരവസ്ഥയാണത്. സുബ്ഹാനല്ലാഹ്. മറിയം ബീവിക്ക് അതാണ് ഉണ്ടായത്. വഹമലതു ഫന്തബദത് ബിഹി മകാനൻ ഖസിയാ. ഗർഭമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഒക്കാനുണ്ടാവും, വയറുണ്ടാവും, അതിന്റെ അടയാളങ്ങൾ ഉണ്ടാവും. നാട്ടുകാരെ കാണും, തന്റെ കുടുംബത്തെ കുറ്റം പറയും, തന്റെ പൂർവികന്മാരെ കുറ്റം പറയും. ഇതൊന്നും വേണ്ടെന്ന് വിചാരിച്ച് ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് മറിയം ബീവി ഒറ്റയ്ക്ക് മാറി നിന്നുള്ളതാണ്. അവർ ആ സമയത്ത് അനുഭവിച്ച വേദനയുടെയും പ്രയാസത്തിന്റെയും തീക്ഷ്ണത എത്രയായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സാന്ത്വനം ആഗ്രഹിക്കുന്നത്, താങ്ങും തണലും ആഗ്രഹിക്കുന്നത്, തലോടൽ ആഗ്രഹിക്കുന്നത്, നല്ല വാക്കുകൾ ആഗ്രഹിക്കുന്നത് അവളുടെ ഗർഭകാലത്തിലാണ്. ഒരു പേന താഴേക്ക് വീണാൽ കുനിഞ്ഞെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കും. ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ. മാറി മാറി മറയുമ്പോൾ ഇന്ന് നല്ല സന്തോഷത്തിലായിരിക്കും, തൊട്ടടുത്ത നിമിഷം സന്തോഷമാകും, ദുഃഖം വരും. ഇങ്ങനെ
മാനസികമായും ശാരീരികമായും ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ തകർന്നിരിക്കുന്ന, മറ്റുള്ളവരുടെ താങ്ങും തണലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചോനെ മാത്രം കൂട്ടുപിടിച്ച് ഒറ്റക്കാണ് കഴിഞ്ഞത്. അവസാനം ആ പ്രസവ വേദന വന്നു. ആ വേദന വന്ന സമയം പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അല്ലാഹു പറയാണ്, അങ്ങനെ ആ പ്രസവ വേദന അവളേതാ മെഹ്റാബിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരികയാണ്. അവളെ ഇരിക്കാൻ പറ്റുന്നില്ല, വേദന സഹിക്കാൻ പറ്റുന്നില്ല. അവരെല്ലാം ഇറങ്ങി നടക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു പോവുകയാണ്, അല്ലാഹുവേ, ഇതിനു മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ഒരു മറവിയെന്ന് മറന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മറിയം ബീവി അറിയാതെ പറഞ്ഞു പോവുകയാണ്. ആ ഈത്തപ്പന തടിയുടെ അടിയിൽ നിന്ന് അവളതാ ഒരു നാദം കേൾക്കുന്നു, ഒരു വിളി കേൾക്കുന്നു. ആ ശരീരി അവളോട് പറയുകയാണ്, അല്ലാ തഹ്സനീ ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. മറിയമേ, നീ ദുഃഖിക്കേണ്ടതില്ല, നീ വ്യസനിക്കേണ്ടതില്ല. നിന്റെ കീഴിലതാ ഒരു മഹാനവൻ ജനിക്കാൻ പോകുകയാണ്. മഹാനായ ഒരു പ്രവാചകൻ നിന്റെ മകനായി ജനിക്കാൻ പോകുകയാണ്. വഹുസ്സി ഇലൈകി ബിജിദിൻ നഖ്ല തുസാഖിത് അലൈകി റതബൻ ജനിയാ. ആ ഈന്തപ്പഴങ്ങളിലേക്ക് ചായ്ച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് പഴുത്ത ഈന്തപ്പഴങ്ങൾ വെച്ച് തരും. അത് നീ കഴിക്കുക. ഫകുലി വശ്റബി വഖരി ഐന. എന്നിട്ട് അടുത്തുള്ള അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുകയും നീ സന്തോഷിക്കുകയും ചെയ്യുക. ഫഇന്നാ തറയിന്ന മിനൽ ബശരി അഹദാ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ കാണുകയാണെങ്കിൽ പറയില്ല, ഞാൻ എന്റെ രക്ഷിതാവിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്, വരാനുട്ടാണ് ചിലാണ്, അതുകൊണ്ട് ഇന്നേ ദിവസം ഞാൻ ആരോടും സംസാരിക്കുന്നതല്ല. അങ്ങനെ പ്രസവിച്ചതിന് ശേഷം ആ ചോരപ്പൈതലുമായി മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തിനടുത്തേക്ക് വരികയാണ്. ആ സമുദായം പറയുകയാണ്, യാ മറിയം ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ. മറിയം, എന്ത് വൃത്തികേടാണ് നീ ചെയ്തിരിക്കുന്നത്, എന്ത് മഹാ അബദ്ധമാണ് മറിയമേ ചെയ്തിരിക്കുന്നത്, എത്ര വലിയ തിന്മയാണ്, എത്ര വലിയ പാപമാണ് മറിയമേ നീ ചെയ്തിരിക്കുന്നത്. യാ ഉഖ്ത ഹാറൂൻ, അല്ലയോ ഹാറൂനിന്റെ സഹോദരി, മാ കാന അബൂകി ഇംറഅസൂ, നിന്റെ ഉപ്പ ഒരു മോശക്കാരനായിരുന്നില്ല. വമാ കാനത് ഉമ്മുകി ബഗിയാ, നിന്റെ ഉമ്മയാണെങ്കിൽ ഒരു ദുർനടപ്പുകാരിയായിരുന്നില്ല. ഫഅശാറത് ഇലൈ, ജനങ്ങൾ ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുമ്പോ, ജനങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്ന സമയത്ത് മറിയം ബീവി അതാ തൊട്ടിലിൽ കിടക്കുന്ന തന്റെ ചോര പൈതലിന് നേരെ കൈ നീട്ടുകയാണ്. എന്നിട്ട് അതിനോട് ചോദിക്കുന്നു, പറയുകയാണ്. ആ സമയം ആളുകൾ പറയുന്നു, ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയാ. തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടിയോട് ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക, എന്താണ് ഞങ്ങൾ അവനോട് ചോദിക്കുക? ആ സമയം ആ മനുഷ്യരെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ആ ജനക്കൂട്ടത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിൽ കിതാബ വജഅലനി നബിയാ. ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു, എനിക്ക് അവൻ ഗ്രന്ഥം നൽകിയിരിക്കുന്നു, എന്നെ അവൻ പ്രവാചകനാക്കിയിരിക്കുന്നു. വജഅലനി മുബാറകൻ ഐനമാ കുൻതു, ഞാൻ എവിടെയുണ്ടോ അവിടെയെല്ലാം എനിക്ക് അവൻ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, എന്റെ ജീവനുള്ള കാലം മുഴുവൻ സ്വലാത്തും സകാത്തും നിലനിർത്താൻ പടച്ചവൻ എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ, എന്റെ ഈ പൊന്നുമ്മയോട് ഏറ്റവും നന്നായി പെരുമാറാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. വസ്സലാം അല്ലി യൗമ ഖുലിതു വയൗമ അമൂതു വയൗമ ഉബഅസു ഹയ്യാ, ഞാൻ ജനിച്ച ദിവസവും ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും എനിക്ക് സമാധാനം ഉണ്ടാകുമെന്ന് എന്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ഇതാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മറിയം ബീവിയുടെയും ചരിത്രം എന്ന് നാം പഠിപ്പിക്കുന്നു. എത്രമാത്രം ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെയാണ് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞുപോയത്. ഒരാളെ പോലും സമാധാനിപ്പിക്കാനില്ലാതെ, ഒരാളെ പോലും സാന്ത്വനിപ്പിക്കാനില്ലാതെ ഒരു പെണ്ണ് ജീവിതത്തിൽ മുഴുവൻ
പ്രസവിച്ച തന്റെ കുഞ്ഞിനെയും കൊണ്ട് തന്റെ സമുദായത്തിലേക്ക് നടന്നു പോയത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രമാണ്. അതിനുള്ള ധൈര്യവും സ്ഥൈര്യവും മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ചത് അള്ളാഹുവിന്റെ ഉറപ്പുകൊണ്ടും അള്ളാഹുവിന്റെ വാക്കുകൾ കൊണ്ടും മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻഗാമികളായ ആളുകളുടെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങൾ അറ്റമില്ലാത്തതാണ്. സൂറത്തുൽ ബുറൂജിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ അധികവും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ബുറൂജ്. ആ ബുറൂജിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫഅലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. കിടങ്ങിന്റെ ആളുകൾ കൊല്ലപ്പെടുത്തി നശിച്ചു പോകട്ടെ. ആരാണ് ഈ കിടങ്ങിന്റെ ആളുകൾ? അതൊരു ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ചരിത്രം. ആ ചരിത്രം എന്താ? ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ സാഹിബ് ഉണ്ടായിരുന്നു. ഒരു മാരണക്കാരനുണ്ടായിരുന്നു, മാരണവിദ്യ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ആ സാഹിബിന് വയസ്സായപ്പോ രാജാവ് പറഞ്ഞു, ഇയാൾക്ക് നീ മാരണവിദ്യ പഠിക്കാൻ, സിഹ്ർ പഠിക്കാൻ നല്ല ഒരു ബുദ്ധിയുള്ള ഒരു കുട്ടിയെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു കുട്ടിയെ തെരഞ്ഞു. നല്ല ബുദ്ധിപൂർവതയുള്ള ഒരു കുട്ടിയെ അവർ കണ്ടുപിടിച്ചു. അങ്ങനെ ആ കുട്ടി എന്നും ഈ സാഹിബിന്റെ അടുത്ത് പോയിട്ട് സിഹ്ർ പഠിക്കും, വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഈ കുട്ടി സാഹിബിന്റെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു മതപണ്ഡിതനുമായി പരിചയപ്പെട്ടു, ഒരു റാഹിബുമായി പരിചയപ്പെട്ടു, പുരോഹിതനുമായി പരിചയപ്പെട്ടു. അങ്ങനെ ആ റാഹിബിന്റെ അടുത്ത് പോകുന്ന വഴിയിൽ ഈ കുട്ടി കുറച്ചു നേരം ഇരിക്കും. എന്നിട്ട് പടച്ചോനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ച്, അവന്റെ മഹത്വങ്ങളെ കുറിച്ചെല്ലാം പഠിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കും. ഈ കുട്ടിക്കാണെങ്കിൽ ഈ പഠനം വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങി. സാഹിബിന്റെ അടുത്ത് പോയിട്ട് പഠിക്കുന്ന സിഹ്റിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് ഈ പുരോഹിതന്റെ അടുത്ത് പഠിക്കുന്ന ഈ മതതത്വങ്ങളാണ്, വലിയ വലിയ കാര്യങ്ങളാണ്. അങ്ങനെ അവൻ ഈ രണ്ട് വിദ്യാഭ്യാസവും നേടിക്കൊണ്ടിരിക്കുമ്പോ റാഹിബിന്റെ അടുത്ത് പോയിട്ട് നടന്ന വിദ്യാഭ്യാസത്തെ കുറിച്ച് രാജാവോ അവന്റെ വീട്ടുകാരോ അറിയില്ല. ഒരു ദിവസം സാഹിബിന്റെ അടുത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവൻ കാണുകയാണ് ഒരു ഭീകര സത്വം, ഒരു ഭയാനകമായ മൃഗം. അത് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കാം. ആ സമയം ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു ആശയം തോന്നി. എന്താണ് ആശയം? ഒരു ചെറിയ കല്ലെടുത്തു. എന്നിട്ട് അവൻ പടച്ചവനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, റാഹിബ് പറയുന്നതാണ് ശരിയെങ്കിൽ, മതപണ്ഡിതൻ പറയുന്നതാണ് ശരിയെങ്കിൽ ഈ ചെറിയ കല്ലുകൊണ്ട് ഈ ജീവി മരിച്ചു വീഴണം. അതല്ല, സാഹിബ് പറയുന്നതാണ്, മാരണക്കാരൻ പറയുന്നതാണ് ശരിയെങ്കിൽ ഈ ജീവിക്ക് ഒന്നും സംഭവിക്കണ്ട. സാധ്യത എന്തിനാണ്? ഒന്നും സംഭവിക്കാതിരിക്കാനാണ്. കാരണം ഈ കുഞ്ഞി കല്ലുകൊണ്ട്, ഈ കുഞ്ഞു കൈ കൊണ്ട് എറിയുന്ന ആ ഭീകര സ്വത്വത്തിന് അതൊന്നും ഇഷ്ടമില്ല. കാരണം ആ കുട്ടിക്കും അതാ ഉള്ളുകൊണ്ട് ആഗ്രഹം. കാരണം റാഹിബ് പറയുന്നതാണ് ശരിയെങ്കിൽ അയാളെ പിൻപറ്റേണ്ടതുണ്ട്. അത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ആ ഒരു കാര്യം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. ഈ കുട്ടി കല്ലെറിയുന്നതോടുകൂടി ആ ജീവി ചത്തു മരിച്ചു എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുക. ഈ കുട്ടിയാൽ അത്ഭുതപ്പെട്ടു. ഈ സംഭവം പുരോഹിതന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ റാഹിബിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇനി നിന്റെ കൈകളിലൂടെ പടച്ചവൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ പോകുന്നു. ഒരിക്കലും ഞാനിവിടെയുള്ള കാര്യം നീ പറയരുത്, ഞാനിവിടെയുള്ള വിഷയം നീ പറയരുത്, അവരെന്നെ കൊന്നുകളയും, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ് അവനെ തിരിച്ചുവിട്ടു. ഈ ജീവി മരിച്ചുപോയ ചത്തുപോയ കരകൾ നാട്ടുകാരറിഞ്ഞു. ഈ കുട്ടിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ആ കുട്ടിയോട് പ്രാർത്ഥിക്കാൻ പറയാൻ തുടങ്ങി. വരുന്ന ആളുകളോടൊക്കെ ഈ കുട്ടി എന്ത് പറഞ്ഞു കൊടുത്തു? സൃഷ്ടാവിനെ കുറിച്ചും പടച്ചവനെ കുറിച്ചും അല്ലാഹുവിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തു, ദീന് പറഞ്ഞു കൊടുത്തു. അവർക്ക് ആ ആശയം സ്വീകരിക്കുന്നതിലൂടെ അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടി. അവരുടെ രോഗങ്ങൾ ശിഫിയാക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം രാജാവിന്റെ ദർബാറിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രിയുടെ കണ്ണിന് കാഴ്ചയില്ല. അയാൾ ഈ കുട്ടിയെ തേടി വന്നു. എന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു, മോനെ, എനിക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല, എന്നെ നീ ഒന്ന് സഹായിക്കണം. ആ കുട്ടി പറഞ്ഞു, കാഴ്ച നൽകുന്നവൻ ഞാനല്ല, എനിക്കതിനുള്ള കഴിവുമില്ല. കാഴ്ച നൽകുന്നവൻ അല്ലാഹുവാണ്. ഞാൻ അല്ലാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ആ കുട്ടി പ്രാർത്ഥിച്ചു. ആ മന്ത്രിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. പിറ്റേ ദിവസം രാജാവിന്റെ കൊട്ടാരത്തിൽ മന്ത്രി ഇങ്ങനെ കാഴ്ചയുള്ളവനായിരിക്കുമ്പോൾ രാജാവ് ചോദിച്ചു, നിനക്കെങ്ങനെ കാഴ്ച തിരിച്ചിട്ടിയത്? നീ ഇന്നലെ വരെ ഇവിടുന്ന് കാഴ്ച ഇല്ലാത്തവനായി പോയതല്ലേ, നിനക്ക് എങ്ങനെ കാഴ്ച തിരിച്ചു കിട്ടി? ആ മന്ത്രി ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് അവസാനം ആ പുരോഹിതനെ കുറിച്ചും ഈ കുട്ടിയെ കുറിച്ചും പറഞ്ഞു. ആ പുരോഹിതനെ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അയാളെ രണ്ടായി പിളർന്ന് കൊന്നുകളഞ്ഞു. ആ കുട്ടിയെ പെട്ടെന്ന് കൊന്നുകളയാൻ രാജാവ് തയ്യാറായില്ല. കാരണം ആ നാട്ടിൽ ഏറ്റവും ബുദ്ധിപൂർവതയുള്ള കുട്ടിയാണ്, തനിക്ക് ആവശ്യമുണ്ട് ഇവനെ എന്നതുകൊണ്ട് രാജാവ് ആ കുട്ടിയെ കൊല്ലാൻ തയ്യാറായില്ല. രാജാവ് തന്റെ പട്ടാളക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവനെയും കൊണ്ടുപോകുക, എന്നിട്ട് പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലേക്കായി നിൽക്കുക, എന്നിട്ട് ആ പർവ്വതത്തിന്റെ ഉച്ചിയിൽ നിന്ന് അവനോട് ചോദിക്കുക, നീ ഈ ആശയം വിടാൻ തയ്യാറാണ്?
തയ്യാറുണ്ടോ? ഓൻ തയ്യാറുണ്ടെങ്കിൽ ഓനെ കൊണ്ട് തിരിച്ചു വരാ. ഓൻ തയ്യാറില്ല എന്നാണ് പറയുന്നതെങ്കിൽ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴെ കൊണ്ട് തള്ളിയിട്ടട, എന്നിട്ട് അവനെ കൊന്നുകള എന്ന് രാജാവ് പറഞ്ഞു. പർവ്വതത്തിന്റെ മുകളിലേക്ക് പട്ടാളക്കാരി കുട്ടിയുമായി പോകുമ്പോ ഈ കുട്ടി അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, റബ്ബേ നീ അല്ലാതെ എനിക്ക് രക്ഷയില്ല, ദുർബലനായ ബലഹീനനായ ഒരു കിടാവ് മാത്രമാണ് ഞാൻ, എന്നെ നീ സഹായിക്കണേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിച്ചപ്പോ ആ പർവ്വതം കിടുകിട ഉറക്കാൻ തുടങ്ങി. അതിന്റെ മുകളിൽ നിന്ന് പട്ടാളക്കാർ മുഴുവൻ കൂടെ വലിച്ചു. ആ കുട്ടി ഒരു പോറൽ പോലും വെക്കാതെ രാജാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നു. രാജാവിന് കാര്യം മനസ്സിലായി. വീണ്ടും ഒരു പട്ടാളക്കാരെ നിശ്ചയിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇവനെ നദിയുടെ നടുവിൽ കൊണ്ടുപോകുക, എന്നിട്ട് ആ വഞ്ചിയിൽ വെച്ച് ഇവനോട് ചോദിക്കുക, ഇവന്റെ ആശയം ഒഴിവാക്കാൻ അവൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരിക, തയ്യാറല്ല എങ്കിൽ അവനെ ആ നദിയിൽ മുക്കിക്കൊല്ലുക, മരണം വരെ അവനെ വെള്ളത്തിൽ മുക്കുക. അങ്ങനെ പട്ടാളക്കാരി കുട്ടിയുമായി പുറപ്പെട്ടു. അവസാനം നദിയുടെ നടുവിലെത്തിയപ്പോ ഈ കുട്ടി അതുപോലെ പ്രാർത്ഥിച്ചു, നാഥാ എന്നെ സഹായിക്കണം റബ്ബേ. വഞ്ചി മറിയുകയും പട്ടാളക്കാർ മറിക്കുകയും ഈ കുട്ടിയെ സുരക്ഷിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കരയിലെത്തിക്കുകയും ചെയ്തു. ഒരു കാര്യം ചെയ്തിട്ടും ഈ കുട്ടിയെ കൊല്ലാൻ പറ്റുന്നില്ല. ഈ കുട്ടിയെ വധിക്കാൻ പോകുന്ന പട്ടാളക്കാര് മരിച്ചു പോകാന്നല്ലാതെ ഈ കുട്ടിക്ക് ഒരു പോറലേൽപ്പിക്കാൻ പോലും രാജാവിനെ കൊണ്ട് പറ്റുന്നില്ല. അവസാനം ഈ കുട്ടി തന്നെ ഇടപെട്ടു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കൊല്ലണോ? നിങ്ങൾക്ക് എന്നെ കൊല്ലണോ? എങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. എന്താണ് നീ പറയുന്നത്? എന്താണ് ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു കൊടുത്തു, ഒന്നും വേണ്ട, ഈ നാട്ടിലുള്ള എല്ലാവരെയും ഒരു മൈതാനിയിൽ ഒളിച്ചു കൂട്ടണം, എന്നിട്ട് ആ മൈതാനിയുടെ നടുവിൽ ഒരു ഉയർന്ന പീഠം ഉണ്ടാക്കണം. ആ ഉയർന്ന പീഠത്തിന്റെ മുകളിൽ ആളുകൾ കാണുകയെന്ന് നിർത്തണം. എന്നിട്ട് എന്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പ് നിങ്ങൾ എടുക്കണം. എന്നിട്ട് ആ ജനക്കൂട്ടം മുഴുവൻ കേൾക്കുന്ന സ്വരത്തിൽ നിങ്ങൾ ഉച്ചത്തിൽ പറയണം, ഈ കുട്ടിയുടെ രക്ഷിതാവിന്റെ നാമത്തിൽ ഞാനിതാ അമ്പയുകയാണെന്ന് നിങ്ങൾ ഉറക്കെ പറയണം. ആ വിധത്തിൽ അമ്പയിനാൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കുമെന്ന് ആ കുട്ടി പറഞ്ഞു. രാജാവ് അനുസരിച്ചു. ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ടാന്നുള്ളത് ഇപ്പൊ രാജാവിന്റെ ആവശ്യമായി മാറിയിരിക്കാണ്. നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടി. ആ മൈതാനങ്ങളെ ജനങ്ങളായി നിറഞ്ഞു. ഉയർന്ന പീഠത്തിൽ കുട്ടിയെ കയറ്റി നിർത്തി. അവന്റെ ആവനാഴിൽ നിന്ന് അമ്പെടുത്തു. എന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാ, ഈ കുട്ടിയുടെ രക്ഷിതാവിന്റെ നാമത്തിൽ ഞാനിതാ അമ്പയുകയാണെന്ന് പറഞ്ഞ് അമ്പെയ്തു. ആ കുട്ടി ആ മൈതാനത്തിന്റെ നടുവിൽ മരിച്ചു വീണു. ഇത് കണ്ടപ്പോ രാജാവ് ഏത് കാര്യത്തെയാണ് ഭയന്നത്, ആ കാര്യം തന്നെ അവിടെ സംഭവിച്ചു. എന്താണ്? ഇത്രയും നാൾ ഇത്രയും പട്ടാളക്കാര് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ഈ കുട്ടിയുടെ രക്ഷിതാവിന്റെ നാമം ഉച്ചരിച്ചപ്പോൾ നടന്നെങ്കിൽ ആ രക്ഷിതാവിന്റെ മഹത്വം എത്രയാണ്, ആ രക്ഷിതാവിന്റെ ഔന്നത്യം എത്രയാണ് എന്ന് ആ ജനക്കൂട്ടം മനസ്സിലാക്കുകയും കടലിന്റെ ആർത്തിരമ്പുന്ന തിരമാലകൾ കണക്കെ ആ ജനക്കൂട്ടം ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രാജാവ് അസ്വസ്ഥനായി, വിരളി പിടിച്ചു, കോപാന്തനായി. രാജാവ് പറഞ്ഞു, നാടുകളുടെ കിടങ്ങുകൾ കുടിക്കുക, ആ കിടങ്ങുകളിൽ ഉയർന്നു കത്തുന്ന തീക്കുണ്ടാരങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഈ ചുറ്റിലും കൂടിക്കൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ, ഈ റബ്ബിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെ ആ കിടങ്ങിലേക്ക് വലിച്ചെറിയുക, അവന് വെന്തരിയട്ടെ, എരിഞ്ഞടങ്ങട്ടെ എന്നാ രാജാവ് കൽപ്പിച്ചു. നാടുകളുടെ കിടങ്ങുകൾ കുഴിക്കപ്പെട്ടു. നിരപരാധികളായ സ്ത്രീ പുരുഷന്മാർ, ചെറിയ കുട്ടികൾ ആ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ആ അഗ്നികുണ്ടാരത്തിലെ അഗ്നി അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ തൊലിയിലേക്ക്, അവരുടെ രോമഭൂപങ്ങളിലേക്ക് ഇരച്ചു കയറി. ആ നിരപരാധികളായ മനുഷ്യരെ അതിക്രൂരമായി കൊന്നുകളയുന്ന രംഗം നോക്കിക്കൊണ്ട് ഈ കിടങ്ങിന്റെ ആളുകൾ, അത് കുടിച്ച ആളുകൾ, ആ തീക്കുട്ടിയ ആളുകൾ അതിന്റെ കരയിൽ ഇരുന്നുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഒരു സ്ത്രീയും ഒരു ചെറിയ ചോരപ്പൈതലും മാത്രം ബാക്കിയായി. ആ ചോരപ്പൈതലുമായി ആ സ്ത്രീ ആ കിടങ്ങിന്റെ അരികിൽ വന്ന് വിസമ്മതയായി കൊണ്ട് നിൽക്കുന്ന സമയം ആ ചോരപ്പൈതൽ ആ പെണ്ണിനോട് ചോദിച്ചു, അല്ലയോ അമ്മ, എന്തിനാണ് നിങ്ങൾ അന്തിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? നിങ്ങൾ സത്യത്തിലാണ്. ഈ കാണുന്ന അഗ്നിയാണ് യഥാർത്ഥത്തിൽ സ്വർഗം. അതുകൊണ്ട് ഒന്നും ചിന്തിക്കണ്ട, നിങ്ങൾ ഇതിലേക്ക് ചാടിക്കൊള്ളുക, ഈ ഒരു പരീക്ഷണത്തെ നിങ്ങൾ സ്വീകരിക്കുക എന്നാൽ ചെറിയ കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ ഹദീസ് അവസാനിക്കുന്നത്. ആ ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുതില അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാതിൽ വഖൂദ് ഇദും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫഅലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുമിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്.
പുരുഷന്മാരും കുട്ടികളും എരിയിൽ വെഞ്ചരിക്കപ്പെട്ടത് അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞതിന് വേണ്ടി മാത്രമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇത്രയും വലിയ പരീക്ഷണങ്ങൾ അവർ നേരിട്ടത്, അനുഭവിച്ചത്. മുൻഗാമികളായ ആളുകളുടെ ജീവിതത്തിലുള്ള പരീക്ഷണങ്ങൾ ചെറുതൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ആ പരീക്ഷണത്തിൽ അവർ ഉറച്ചു നിന്നത് അല്ലാഹുവിനുള്ള തവക്കുൽ കൊണ്ട് മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വന്ന ജീവിതത്തിലെ പരീക്ഷണം ചെറുതൊന്നുമല്ല. ക്യാൻസറിനെ കുറിച്ച് പഠനം നടക്കുന്നേ ഉള്ളൂ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വന്ന രോഗം സ്കിൻ ക്യാൻസറിനേക്കാൾ മാരകമാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ തൊലിപ്പുറങ്ങൾ മുഴുവനും വ്രണമായി. എത്രത്തോളം അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ പോലും തടസ്സം നേരിടുമാണ്. അദ്ദേഹത്തിന്റെ നാവ് പോലും രോഗത്തിന് വിധേയമായി. പക്ഷെ ഒരു വട്ടം പോലും അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തകർന്നില്ല, തളർന്നില്ല. യാ റബ്ബി ഇന്നി മസ്സനി അദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. എന്റെ രക്ഷിതാവേ, എന്നെ ബുദ്ധിമുട്ട് ബാധിച്ചിട്ടുണ്ട്, എന്നെ പ്രയാസം ബാധിച്ചിട്ടുണ്ട്. കരുണാമയനിൽ കരുണാമയനായ റബ്ബേ, എനിക്ക് നീ ശിഫ നൽകണേ എന്ന് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അത്രയും വർഷത്തെ രോഗത്തിന്റെ തീക്ഷ്ണമായ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടും നിരാശയുടെ ഒരു വാക്ക് പോലും പറയാതെ അല്ലാഹുവോട് നിരന്തരമായി ദുആ ചെയ്തു. അതാണ് പ്രിയപ്പെട്ടവരെ തവക്കുലിന്റെ ഏറ്റവും വലിയ പാഠം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ അവസാനിച്ചില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗവും പ്രയാസവും എത്രയാണ് പ്രിയപ്പെട്ടവരെ. പ്രവാചകന്റെ കഴുത്തിലേക്ക് മുണ്ടിട്ട് മുറുക്കി ആ പ്രവാചകന്റെ കണ്ണുകൾ പുറത്തേക്ക് തുടുത്തു വരുമാറ് മുഖത്ത് രക്തം തലക്കെട്ടി ഒരുപാട് നേരം ശ്വാസം കിട്ടാൻ വേണ്ടി വെപ്രാളപ്പെട്ടു. എന്തിനു വേണ്ടി? സത്യം പറഞ്ഞതിനു വേണ്ടി. ഈ ജനങ്ങൾ നേരായ പാതയിൽ സഞ്ചരിക്കണമെന്ന് ചിന്തിച്ചതിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രയാസങ്ങൾ മുഴുവൻ അനുഭവിച്ചത്. കഅബാലയത്തിന്റെ പരിസരത്തിൽ നിന്ന് പ്രവാചകൻ നമസ്കരിച്ചപ്പോൾ സുജൂദിലായിരിക്കുന്ന സമയത്ത് പുഴുവരിക്കുന്ന ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ഒരു സാമാന്യ മനുഷ്യന് ചുമക്കാൻ കഴിയുന്നതിലും അധികം ഭാരമുള്ള ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് പ്രവാചകന്റെ പെരടി കിട്ടു. എഴുന്നേൽക്കാൻ കഴിയാതെ റസൂലുള്ള വിഷമിച്ചു. അവസാനം പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ വരേണ്ടി വന്നു. അതൊന്ന് എടുത്തു നീക്കി പ്രവാചകൻ ഒന്ന് റിലീസ് ചെയ്യാൻ. നമ്മുടെ ചെറുപ്പം തൊട്ടേ നാം കേൾക്കുന്ന കഥകളാണ്. ഒരു തെറ്റും ചെയ്യാതെ, ആരോടും ഒരു ദ്രോഹവും ചെയ്യാതെ, ആരെയും വഞ്ചിക്കാതെ, ആരെയും ചതിക്കാതെ ജീവിതത്തിൽ സത്യസന്ധതയുടെ പ്രതീകമായി ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40ാമത്തെ വയസ്സിൽ തനിക്ക് നുബുവത്ത് ലഭിച്ചപ്പോൾ ആ സത്യം തന്റെ സമുദായത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം കേട്ടത് മജ്നൂൻ എന്ന വിളിയാണ്, മസ്ഹൂർ എന്ന വിളിയാണ്, സാഹിർ എന്ന വിളിയാണ്, കദ്ദാബ് എന്ന വിളിയാണ്, ഈ സമുദായത്തെ തമ്മിലേൽപ്പിക്കാൻ ശ്രമിക്കുന്നവനെന്ന വിളിയാണ്. പലതരത്തിലുള്ള അപഹാസങ്ങളും പരിഹാസങ്ങളുടെ വാക്കുകളുമായി പ്രവാചകന്റെ ചെവി നിബിഡമായി. പ്രവാചകൻ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചില്ലേ? റസൂലിനെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? 13 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലെല്ലാം ഉപദ്രവിച്ച ആളുകളുടെ മേൽ അധികാരം കിട്ടിയപ്പോ എന്താ പ്രവാചകൻ പറഞ്ഞത്? 13 കൊല്ലം ചെറിയ കാലയളവല്ല. ആ കൊല്ലക്കാലഘട്ടത്തിൽ എത്ര സഹാബിമാരെ കൊന്നു, എത്ര ഉപദ്രവങ്ങൾ അയച്ചുവിട്ടു. അവസാനം 10,000 പടയാളികളുടെ അകമ്പടിയോടുകൂടി മക്ക നടന്നപ്പോ തന്നെ ആക്രമിച്ച, തന്നെ പുറത്താക്കിയ ആ ജനതയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന് അധികാരം കിട്ടിയപ്പോ അവിടെ റസൂൽ എന്താ പറഞ്ഞത്? എന്നെ ആക്രമിച്ചവർ മുഴുവനും ഇന്ന് കണക്ക് നിൽക്കുന്ന ദിവസമാണ് എന്നാണോ? അല്ല, ഏതോ ഒരു സഹാബി ഇന്ന ദിവസം പ്രതികാരത്തിന്റെ ദിവസമാണെന്ന് അറിയാതെ പറഞ്ഞു പോയപ്പോ ആ സഹാബിയുടെ കയ്യിൽ നിന്ന് പൊടിവാങ്ങിക്കൊണ്ട് പ്രവാചകൻ ആ കൊടിയെടുത്ത് പറഞ്ഞു, ഇന്ന ദിവസം മുഖ്യമന്ത്രിയുടെ ദിവസമാണ്, സമാധാനത്തിന്റെ ദിവസമാണ്. ഞങ്ങൾ പ്രതികാരം ചെയ്യാനില്ല, പകരം ചോദിക്കാനില്ല. പ്രതികാരവും പകരം ചോദിക്കലും ഇസ്ലാമിന്റെ രീതികളായിരുന്നു പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടെയോ ഏതെങ്കിലും ഒരു സഹോദരൻ മരിച്ചു വീണായി വേറൊരാൾ കൊന്നിട്ടല്ല അതിന്റെ കണക്ക് തീർക്കേണ്ടത്. ഒരിക്കലും ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല. അതിനൊരിക്കലും ഒരു ന്യായവുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്. ഓരോ മനുഷ്യന്റെ ജീവനും വിലപ്പെട്ടതാണ്. റോഡിലൂടെ നടക്കുന്ന ഓരോ ആളുകളും ആകാശത്തും താഴെക്കൂടമല്ല, ഭൂമിയിൽ നിന്ന് കുരുത്തു വന്നവരല്ല. അവരെ പ്രതീക്ഷിച്ചിട്ട് വീട്ടിൽ ഒരുപാട് ഹൃദയങ്ങൾ നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരുപാട് കണ്ണുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവരെയും പ്രതീക്ഷിച്ചിട്ട് പശിയടങ്ങാത്ത ഒരുപാട് വയറുകൾ അവരെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ഏതോ രാഷ്ട്രീയത്തിന് വേണ്ടി, ഏതോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പച്ച
കഴിയൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് തിന്നാൻ കൊടുക്കാൻ കഴിയും, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ സ്കൂളിൽ ഫീസ് കൊടുക്കാൻ കഴിയും. പക്ഷേ ഒരു പിതാവ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നെറുകയിലേക്ക് നൽകുന്ന മുത്തമുണ്ടല്ലോ, ചുംബനം, ആ ചുംബനത്തിന് പകരം നിൽക്കാൻ നിങ്ങൾ നൽകുന്ന 10,000-കൾക്കോ നിങ്ങൾ നൽകുന്ന സൗകര്യങ്ങൾക്കോ കഴിയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യ ജീവന്റെ വില, മനുഷ്യന്റെ രക്തത്തിന്റെ വില, അവന്റെ അഭിമാനത്തിന്റെ വില യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയവരാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ തീവ്രവാദിയായും ഭീകരവാദിയായും മുദ്ര കുത്താറുണ്ട്. പക്ഷേ പ്രവാചകൻ യുദ്ധത്തിനിറങ്ങിയത് എപ്പോഴാണ്? സ്വന്തം നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാതെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും വേറൊരു നാട് സംരക്ഷണം കൊടുക്കുകയും ആ നാട്ടിലെയും പോയി സമാധാനം നശിപ്പിച്ച് അവിടെയും ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തപ്പോ മാത്രമാണ് ഗത്യന്തരമില്ലാതെ ആ പ്രവാചകൻ വാളെടുത്തത്. ആ വാളെടുത്തതിന് വേണ്ടിയാണ് ഇവിടെയുള്ള വിവരമില്ലാത്ത വിവരദോഷികളായ റസൂലിനെ കുറിച്ച് പറയുന്നത് യുദ്ധക്കുതിയൻ, രക്തക്കുതിയൻ, തീവ്രവാദി, ഭീകരവാദി. പ്രിയപ്പെട്ടവരെ, റസൂലിന്റെ ചരിത്രം യഥാർത്ഥമായി വായിക്കുമ്പോൾ അതെല്ലാം ടോട്ടലി ഡിഫറന്റ് ആണ് നമുക്ക് മനസ്സിലാക്കും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കാരുണ്യവും സ്നേഹവും വാത്സല്യവും ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന നബി ആ റസൂലിനെ വിഷപ്പെടുത്തുവാൻ ശ്രമിച്ചില്ലേ? ആ പ്രവാചകൻ ഇല്ലാതാക്കിയില്ലേ? എത്രത്തോളം ഒരു മയ്യിത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നിട്ട് റസൂൽ പറഞ്ഞില്ലേ, ആയിഷ അന്ന് ഖൈബറിൽ വെച്ച ജൂതപ്പെടുന്നതെന്ന് ആ വിഷമുണ്ടല്ലോ, ആ വിഷം എന്റെ തലയോട്ടിയുടെ ഉച്ചിയെ ബാധിച്ചിരിക്കുകയാണ്, എന്റെ തലയോട്ടിയെ ഉച്ചിയുടെ ഞരമ്പിലൂടെ ബാധിച്ചിരിക്കുകയാണ്, അതിനെ പ്രയാസപ്പെടുത്തുന്നു ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എന്തൊക്കെ പ്രയാസങ്ങളാണ് പ്രിയപ്പെട്ടവരെ ആ പ്രവാചകൻ ജീവിതത്തിൽ ഏറ്റെടുത്തത്. ആ പ്രവാചകൻ എങ്ങനെയായിരുന്നു? മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കൊണ്ടൊരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മിസ്അബായിരുന്നു. തന്റെ വസ്ത്രം കൊണ്ടോ, താൻ ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടോ, താൻ അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ടോ, എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ, എല്ലാം കൊണ്ടും. മിസ്അബ് മക്കയുടെ തെരുവീതികളിലൂടെ നടന്നു പോകുമ്പോൾ ആ മിസ്അബിന്റെ പ്രൗഢഗംഭീരമായ നടത്തവും ആ വസ്ത്രധാരണവും ഒക്കെ കാണുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടും. കാരണം അവർക്ക് ആർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ആ വസ്ത്രം വാങ്ങിക്കാനുള്ള. കാരണം മിസ്അബിന്റെ ഉമ്മ ആ നാട്ടിലെ വലിയ പ്രമാണിയായിരുന്നു. അവരെ കവച്ചു കൊടുക്കാനുള്ള വേറൊരു പണക്കാരി ആ നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മിസ്അബ് തന്റെ വസ്ത്രത്തിൽ പൂശുന്ന സൗരഭ്യം മക്കയിലെ നാസാരംഗങ്ങൾ കീഴടക്കി. മക്കയിലെ ആളുകൾ, മക്കയിലെ യുവതികൾ മിസ്അബിന്റെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന വില കൂടിയ സുഗന്ധത്തിന്റെ ആ സൗരഭ്യം അനുഭവിക്കുന്നതിന് വേണ്ടി വീടിന്റെ പുറത്തേക്ക് വന്ന് മിസ്അബിന്റെ വരവിനായി കാത്തുനിന്നു. അത്രക്ക് വായിൽ വെള്ളിക്കരണ്ടിയുമായി ഐശ്വര്യത്തിന്റെ മടിത്തട്ടിലേക്ക് ജനിച്ചുകൊണ്ടൊരു മനുഷ്യൻ അവസാനം മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? യുദ്ധത്തിന്റെ രണഭൂമിയിൽ 70ഓളം സഹാബികൾ മരിച്ചു കിടക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരാൾ മിസ്അബായിരുന്നു. ഒരു ഫക്കീറിനെ പോലെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, തലമുറച്ചാൽ കാലമറിയാത്ത, കാലമുറച്ചാൽ തലമുറയാത്ത, അവസാനം തലമുറച്ചിട്ട് കാലുകൾ അവിടെ നിന്നുള്ള പുല്ലുകൾ കൊണ്ട് മറച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായ തനിക്കുള്ള എല്ലാ സമ്പന്നതയും ഐശ്വര്യവും ഈ മഹത്തായ ആദർശത്തിന് വേണ്ടി പരിഗണിച്ച് ഒരു ഫക്കീറിനെ പോലെ ജീവിച്ച് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഈ ലോകത്ത് നിന്ന് മരിച്ചുപോയ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി കരഞ്ഞിട്ടുണ്ട് ഒരുപാട്. മിസ്അബിന്റെ കിടത്തം കണ്ടിട്ട്, മിസ്അബിന്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖബാബ് റളിയല്ലാഹു അൻഹു ഒരു കൊല്ലപ്പണിക്കാരനാണ്. ഇസ്ലാം സ്വീകരിച്ചത് കാരണം ആ കൊല്ലപ്പണിക്കാരന്റെ ആലയിലേക്ക് വന്ന യജമാനത്തി ഇരുമ്പ് ചുട്ടുപഴുപ്പിച്ചു തീയിൽ, എന്നിട്ടത് പുറത്തു വെച്ചു കൊടുത്തു. ആ ഇരുമ്പിന്റെ കമ്പി തിരിച്ചു പുറത്തേക്ക് എടുക്കുമ്പോ അതിൽ ഖബാബിന്റെ മാംസവും രക്തവും പറ്റിപ്പിടിച്ചു. വീണ്ടും ചൂടാക്കി വീണ്ടും വെച്ചു കൊടുത്തു. റസൂലുള്ളാഹിന്റെ മരണശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് എന്താണ് ഖബാബ് വന്നപ്പോ മാറി നിന്നു. അദ്ദേഹം ഭരിക്കുന്ന സമയമാണ്. മാറി നിന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെല്ലാം മറ്റാർക്കും ഇങ്ങനെ മാറ്റില്ല, നിങ്ങൾക്കെല്ലാം മറ്റാർക്കും ഞാൻ ഇങ്ങനെ മാറ്റില്ല. കാരണം നിങ്ങൾ അത്രമാത്രം ഇതിനു വേണ്ടി സഹിച്ചിട്ടുണ്ട്. പുറത്ത് മുഴുവൻ അടയാളമാണ്, ശരീരം മുഴുവൻ കാലിരുമ്പ് ചുട്ടുപഴിപ്പിച്ചു വെച്ചതിന്റെ അടയാളമാണ് ഖബാബ് ശരീരത്തിൽ. അമ്മ യാസിർ, സുമയ്യ, എത്ര വലിയ പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉമ്മയെ നമ്മുടെ മുന്നിൽ വെച്ച് ഒരാൾ തല്ലിയാണ് സഹിക്കാൻ കഴിയുമോ നമുക്ക്? നമ്മുടെ ഉമ്മയെ നമ്മുടെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കാണ് സഹിക്കാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ചു. നമ്മൾ ആ രംഗത്തൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കും. എന്റെ ഉമ്മാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോ, രണ്ട് കാലിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമ്പോ, രണ്ട് കൈകളിൽ ശേഷി ഉണ്ടാകുമ്പോ ഒരാൾ മർദ്ദിച്ചാൽ
ഒരാളുടെ ഉമ്മ മുഖത്തടിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ? ചിലപ്പോൾ വാദത്തിൽ കിടക്കുകയാണെങ്കിൽ വരെ, പാരലൈസ്ഡ് ആയി കിടക്കുകയാണെങ്കിൽ വരെ എഴുന്നേറ്റിട്ട് ഓരോ കുന്ന വീഴും. അതാണ് നമ്മുടെ സ്ഥിതി. നമ്മുടെ ഉമ്മ എത്രമാത്രം സ്നേഹിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. അടിക്കുക മാത്രമല്ല ചെയ്തത്, കാത്തിച്ച് മുഖത്തേക്ക് തുപ്പുക മാത്രമല്ല ചെയ്തത്, ക്രൂരമായി കുന്തം കൊണ്ട് മർദ്ദിക്കുക മാത്രമല്ല ചെയ്തത്. മർദ്ദിച്ച ആ ഉമ്മയുടെ ശിരസിലൂടെ ചോര ഉറ്റിയിട്ട് വീഴുമ്പോ ഒന്നും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിക്കാൻ കഴിയാതെ, ക്ഷമിക്കാൻ കഴിയാതെ അബൂജഹൽ മൂർത്ത മുനയുള്ള കുന്തമെടുത്ത് തന്റെ ഉമ്മയുടെ ഉഭയസ്ഥാനത്തേക്ക് കുത്തിക്കയറ്റി. ആ ഉമ്മ രക്തം വാർന്ന് പടഞ്ഞും പിടഞ്ഞും പഴയാൻ പോലും കഴിയാതെ രണ്ട് കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട നിലയിൽ രക്തം വാർന്നു മരിക്കുന്ന കാഴ്ച കണ്ട അമ്മാർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസം എത്രയാണ്, ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖം എത്രയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാസരിന്റെ കുടുംബമേ നിങ്ങൾ സന്തോഷിക്കുക. കാരണം നിങ്ങൾ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും അത്രമാത്രം വലുതാണ് എന്ന്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഥ നമ്മൾ ഒരുപാട് കേട്ടതാണ്. രാവിലെ വലിച്ചു കൊണ്ടുവരും, ആള് കാണുന്ന കൂട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുവരും. എന്നിട്ട് ചുട്ടുകൊള്ളുന്ന മരുഭൂമിയുടെ മണൽപ്പരപ്പിൽ മരത്തെ അങ്ങോട്ട് കിടത്തും. സൗദിയിൽ ജീവിച്ച ആളുകൾക്കറിയാം, ഒരു 9 മണി 10 മണി ആകുമ്പോഴേക്ക് തന്നെ അവിടുത്തെ ചൂട് അതികഠിനമായിട്ടുണ്ടാവും. അധികമായിട്ടുണ്ടോ? ശരിക്കുള്ള ചൂട് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനറിയോ? ഫ്രൈ പാൻ എടുത്തിട്ട് ആ ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചാൽ ഓംലെറ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ ബുസയായിട്ട് വരും. അമ്മാതിരി ചൂടുണ്ടാവാറുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ. മരുഭൂമിയുടെ ചൂടാണ്. കണ്ണിൽ ചോരയില്ലാത്ത പ്രകൃതവും കാലാവസ്ഥയുമാണ് മരുഭൂമി. ഗൾഫിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇന്നത് വലുതായിട്ട് അനുഭവിക്കേണ്ടി വരാത്തത് അവിടെ അള്ളാഹു കൊടുത്ത സാമ്പത്തിക സ്രോതസ്സും അവിടുത്തെ ഉയർച്ചയുമാണ്. എല്ലായിടത്തും എസിയാണ്, എവിടെ കയറിയാലും എസിയാണ്. പക്ഷെ അതില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ചൂടനുഭവിച്ച് മനുഷ്യർ ജീവിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ചുട്ടുകൊള്ളുന്ന മരുഭൂമി, ആ മരുഭൂമിയിലേക്ക് വസ്ത്രമിടാത്ത ബിലാലിനെ, കുപ്പായമിടാത്ത ബിലാലിനെ മലർത്തി കിടത്തുന്നത് മാത്രമല്ല, നെഞ്ചത്തേക്ക് ഭാരമുള്ള കല്ല് വെച്ച് കൊടുക്കുന്നത് മാത്രമല്ല, ചാട്ടവാറ് കൊണ്ട് തുരുതുര അടിക്കുന്നത് മാത്രമല്ല, ആ ചാട്ടവാറ് കൊണ്ട് അടിച്ച അടയാളത്തിന്റെ മുകളിൽ നിന്ന് ആ അടിയുടെ പ്രഹരത്തിന്റെ ശക്തി കൊണ്ട് ചോര ഇടിയുമായിരുന്നു. അത് ദൃഢമായി മാത്രമായിരുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കരയുമ്പോ കാർക്കിച്ച തൊണ്ടയിലേക്ക് തുപ്പിക്കൊടുക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനം അനുഭവിച്ചവരാണ് ഇസ്ലാമിന്റെ മുൻഗാമികൾ. ഈ സമുദായത്തിന്റെ മുൻഗാമികൾ ഈ സമുദായം അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഈ നാട്ടിലെ മറ്റു സമുദായങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അവിടെയെല്ലാം ഈ ഉമ്മത്ത് പിടിച്ചു നിന്നത് എങ്ങനെയാണ്? അവിടെയാണ് നാം പഠിക്കേണ്ടത്. എങ്ങനെയാണ് ഈ ഉമ്മത്ത് പിടിച്ചു നിന്നത്? വരാനിരിക്കുന്ന ഏതെങ്കിലും പട്ടാളത്തെ പ്രതീക്ഷിച്ചിട്ടില്ല, തങ്ങളെ സംരക്ഷിക്കാൻ ഏതെങ്കിലും ഒരു ദൂതൻ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമല്ല. മറിച്ച് തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൽ നസീർ. ഞങ്ങൾ ഈ അനുഭവിക്കുന്നത് ഞങ്ങളുടെ രക്ഷിതാവിന് വേണ്ടിയാണ്, ഞങ്ങളുടെ പഠിച്ചവന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് അവൻ മതിയായവനാണ്. ഞങ്ങൾ അവനെ ബലമേൽപ്പിക്കുന്നു. ബലമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ തന്നെയാണ് എന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിലെ മുൻഗാമികളായ ആളുകളെ ഈ പീഡന പർവ്വങ്ങൾക്ക് നടുവിൽ പർവ്വതം പോലെ ഉറച്ചു നിൽക്കാൻ പ്രാപ്തരാക്കിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്കും ആ പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നു. ഒരു സംശയവും വേണ്ട. പഠിച്ചവൻ 2 തവണയാണ് ഉറപ്പിച്ചത്. ല എന്ന അറബി പദം ഒരു വാക്കാണ്, അക്ഷരല്ലത്. ല എന്ന് പറഞ്ഞാൽ തീർച്ചപ്പെടുത്തുന്നതാണ്. നൂറിന് ശബ്ദം വന്നാൽ അതും തീർച്ചപ്പെടുത്തുന്നതാണ്. ഒരൊറ്റ വാക്കിൽ 2 തവണയാണ് പഠിച്ചവർ തീർച്ചപ്പെടുത്തിയത്. ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെ കൊണ്ട് പരീക്ഷിക്കും? അൽ ജൂ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. അൽ ഖൗഫ്, ഭയം കൊണ്ട് പരീക്ഷിക്കും. റസൂലുള്ളാഹിയും സഹാബത്തും ഭയം കൊണ്ടുള്ള പരീക്ഷണം വന്നിട്ട് എന്തെല്ലാം പരീക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പ്രവാചകൻ മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി മക്കയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ 100 ചുവന്ന ഒട്ടകങ്ങളെയാണ് ജീവനോടെയോ ജീവനില്ലാതെയോ മുഹമ്മദിനെയും അബൂബക്കറിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പിടിച്ചു കൊണ്ടുവന്നാൽ സമ്മാനം തരാം, ഇനാം തരാമെന്ന് ഖുറൈശികൾ പ്രഖ്യാപിക്കുന്നത്. മക്കയിലെ തണ്ടും തടിയും ചുറുചുറുക്കുമുള്ള ചെറുപ്പക്കാർ മുഴുവൻ മക്കയിലെ 4 ഭാഗത്തേക്കും കുതിരയെടുത്തിട്ട്
എത്ര ആളുകൾ അതിന് മുമ്പിലും ആ ഒരു ഓഫറാണ് ഈ പുറപ്പെടുവിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുന്നും മലയും മരുഭൂമിയും താണ്ടി മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ യാത്ര ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഒരു രംഗമുണ്ട്. മുശ്രിക്കുകൾ 4 ഭാഗത്തു നിന്നും തേടി പുറപ്പെട്ടിരിക്കുകയാണ്. കയ്യിൽ കിട്ടിയാൽ തല അറുത്തിട്ട് അബൂജഹലിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് 100 ഒട്ടകങ്ങളെ സ്വീകരിക്കും. ആ അവസ്ഥയാണ്. ആ സമയം ഒരു സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചു. നമ്മൾ അറിയുന്ന കഥയാണ്. സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോ തെരഞ്ഞു വന്ന ശത്രുക്കൾ ആ സൗർ ഗുഹയുടെ മുന്നിലെത്തി. എത്രത്തോളം അറിയോ? ആ ഗുഹയിൽ ഇരിക്കുകയായിരുന്ന നബിയും അബൂബക്കറും അവരുടെ കാൽപാദങ്ങൾ കണ്ടു, അവരുടെ മുട്ടുകാലുകൾ കണ്ടു, അവരുടെ വാളിന്റെ തിളക്കം സൂര്യന്റെ കിരണമിട്ടിട്ട് റസൂലിന്റെയും അബൂബക്കർ സിദ്ദീഖ് തന്റെ മുഖത്തടിക്കാൻ തുടങ്ങി. ആ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പേടിച്ചു, ഭയപ്പെട്ടു. റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. പടച്ചവൻ എന്താണ് പറയുന്നത്? ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇത്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ ഭയപ്പെടേണ്ട, അബൂബക്കറെ പേടിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്, പടച്ചവൻ നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല അബൂബക്കർ, വ്യസനിക്കേണ്ടതില്ല അബൂബക്കർ. അവരുടെ വാളിന്റെ തിളക്കം നിന്റെ സൂറയ്ക്ക്, വാളിന്റെ തിളക്കം നിന്റെ മുഖത്തേക്ക് അടിച്ചാലും നിന്റെ അടുത്തേക്ക് അവർ എത്താൻ പോകുന്നില്ല. കാരണം നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ് പടച്ചറപ്പ്. അതാണ് യഥാർത്ഥ തവക്കുൽ. അങ്ങനെ ആ സൗർഗതയിൽ നിന്ന് അവർ ഇറങ്ങിയിട്ട് മുന്നോട്ട് പോകുന്ന സമയം വേറൊരാൾ കുതിരയെ കൊണ്ട് പിറകിൽ, വേറൊരാൾ, അയാള് സുറാഖ എന്ന് പറയുന്ന ഗോത്രത്തലവനാണ്. അയാൾക്ക് കിട്ടിയല്ലോ. അയാൾ ഇങ്ങനെ റസൂലുള്ളാഹിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുത്തേക്ക് അയാളുടെ കൂട്ടരും ഇങ്ങനെ പാഞ്ഞടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. പ്രവാചകൻ അല്ലാഹുവിലേക്ക് കൈയെത്തി പറഞ്ഞു, അതാ നീ മാത്രമാണ് രക്ഷ. തവക്കൽതു അലൈക യാ റബ്ബി ഇഹ്ഫദ്നാ, നീ സംരക്ഷിക്കണേ, നീ മാത്രമാണ് രക്ഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആ മനുഷ്യന്റെ കുതിരയുടെ കാലുകൾ മണ്ണിനടിയിലേക്ക് ആഴ്ന്നുപോയി. അയാൾ കുതിര എങ്ങനെയൊക്കെ വലിച്ചു പുറത്തേക്ക് എടുത്തു. എന്നിട്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കുതിര മുട്ടുകുത്തി. പ്രവാചകന്റെ അടുത്തേക്ക് അടുക്കാൻ ആ കുതിരയ്ക്ക് അയാൾക്ക് പറ്റുകയില്ല. പക്ഷെ തിരിച്ചയാൾ മക്കയുടെ ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ മക്കയുടെ ഭാഗത്തേക്ക് കുതിര നല്ല സുന്ദരമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ നബിയുടെ അടുത്തേക്ക് എത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പറഞ്ഞു, സുറാഖ, ഇന്ന് ഞങ്ങളുടെ വിവരം നീ മക്കയിൽ പോയി അറിയിക്കാതിരുന്നാൽ, ഇന്ന് ഞങ്ങളെ ഈ ഭാഗത്ത് കണ്ട വിവരം മക്കയിൽ പോയി അറിയിക്കാതിരുന്നാൽ കിസ്റ രാജാവിന്റെ കയ്യിൽ അണിയുന്ന മാലയും വളയും നിന്റെ കൈകളിൽ അണിയിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുറാഖ ഞെട്ടിപ്പോയി. കിസ്റയോ? ഒരു ഗതിയുമില്ലാതെ സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹമാണ് പറയുന്നത്, കിസ്റ രാജാവിന്റെ വള നിന്റെ കൈകളിലേക്ക് അണിയിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ എന്തായാലും അങ്ങയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു, ഞാൻ തിരിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ മരണശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭരണം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കിസ്റ രാജാവ് കീഴടക്കപ്പെട്ടു. ഇസ്രായേൽ രാജാവ് പരാജയപ്പെട്ടു. ആ രാജ്യം ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. ആ നാട്ടിലുള്ള രാജാവിന്റെ സ്വത്തുക്കളും ആഭരണങ്ങളും ഗനീമത്ത് സ്വത്തായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലേക്ക് വന്നു. അവിടെ ഉമർ സുറാഖ എന്ന് പറയുന്ന നാട്ടിൻ പുറത്തുകാരനായ മനുഷ്യനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, പ്രവാചകൻ നിന്നോട് വാക്ക് പറഞ്ഞിട്ടില്ലേ? നിന്റെ കൈകളിലേക്ക് ഇസ്രായേൽ രാജാവിന്റെ വളകൾ അണിയിക്കപ്പെടുന്ന വാക്ക് പ്രവാചകൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇതാ ആ വളകൾ നീ ധരിച്ചോളെന്ന് പറഞ്ഞ ആ വിലപിടിപ്പുള്ള വള സുറാഖയുടെ കൈകളിലേക്ക് അണിയിച്ചു കൊടുത്തതായി ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ആ സുറാഖ തന്റെ മുന്നിലെത്തിയ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിപതറാതിരുന്നത് പ്രിയപ്പെട്ടവരെ തവക്കുൽ കൊണ്ട് മാത്രമാണ്, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. ഭയം കൊണ്ടുള്ള പരീക്ഷണം യഥാർത്ഥത്തിൽ അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും. എന്തായിരുന്നു? 2 വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്ത ഉടനെ വലിയ വലിയ നഗരങ്ങൾ, ചൈനയിലെയും അമേരിക്കയിലെയും ഫ്രാൻസിലെയും റഷ്യയിലെയും വലിയ വലിയ തിരക്ക് പിടിച്ച നഗരങ്ങളും തെരുവീതികളും
ഒരീച്ച കുഞ്ഞു പോലും ഇല്ലാത്ത രീതിയിൽ വിജനമാക്കപ്പെട്ടു. മാളുകൾ അടച്ചിടപ്പെട്ടു, സൂപ്പർ മാർക്കറ്റുകൾ അടച്ചിടപ്പെട്ടു. അടുത്തിടപഴകുന്ന ആളുകൾ പരസ്പരം കാണാനും സംസാരിക്കാനും ഭയപ്പെട്ടു. ഇന്നും ആ ഭയപ്പാട് നമ്മിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ. ഭയം കൊണ്ടുള്ള അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതാണ്. ജൂഅ് കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. ആ വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണം എമ്പാടും അനുഭവിച്ച ആളാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖന്ദഖ് യുദ്ധത്തിന്റെ രണഭൂമിയിൽ തൂമ്പ കൊണ്ട് കിടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നബിയും സഹാബത്തും. ആ സമയത്ത് സഹാബത്തിൽ ചില ആളുകൾ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലല്ലാഹ് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, നേരെ നിൽക്കാൻ പറ്റുന്നില്ല. എന്തേ കാരണം? വിശന്നിട്ട് കുപ്പായം കൊണ്ട് പൊന്തിച്ചപ്പോ വാരിയിൽ ഇങ്ങനെ 1, 2, 3, 4 ഇതിനെ എണ്ണാൻ പറ്റും കൃത്യമായിട്ട്. ആ രീതിയിലായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വെറും വെള്ളം കുടിച്ചിട്ടാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത്. റസൂൽ എന്താ പ്രതികരിച്ചറിയോ? സാരില്ല, എല്ലാം ശരിയാവുന്നല്ല. റസൂൽ തന്റെ കുപ്പായം പൊക്കി കാണിച്ചു കൊടുത്തു. ആ കുപ്പായം ഒരു കല്ലാണ് അവരെ നിവർന്നു നിൽക്കാൻ വെച്ച് കെട്ടിയതെങ്കിൽ 2 കല്ലുകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വയറിനെ മറച്ചിരിക്കുന്നു. പ്രവാചകൻ കുറ്റം ഇത് കണ്ടിട്ടാണ് ജാബിർ അവന്റെ ആകെ അദ്ദേഹം വിഷമത്തിലായി, സങ്കടത്തിലായി. അദ്ദേഹം പെട്ടെന്ന് വീട്ടിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഞാൻ വല്ലാത്തൊരു കാഴ്ച കണ്ടിട്ടാണ് വരുന്നത്. റസൂൽ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ? എത്ര നാളുകളായി എന്നറിയോ? എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നീ അത് പറയും. ഭാര്യ പറഞ്ഞു, ഒന്നുമില്ല, ഒരു ചെറിയ ആട്ടുംകുട്ടിയുണ്ട്. ആ ആട്ടുംകുട്ടി അടക്കുകയാണെങ്കിൽ അതിന്റെ മാംസം കൂടെ 3-4 ആളുകൾക്കൊക്കെ കഴിക്കാം, അതിൽ കൂടുതലൊന്നും പറ്റൂല എന്ന് പറഞ്ഞപ്പോ ജാബിർ പറഞ്ഞു, എങ്കിൽ നീ അത് റെഡിയാക്കും, ഞാൻ റസൂലിനെയും 1-2 ആളുകളെയും കൂട്ടിയിട്ട് വരാം. ജാബിർ റളിയല്ലാഹു റസൂലിന്റെ അടുത്തേക്ക് പോയി. റസൂലിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചെവിയിൽ വെള്ളം പറഞ്ഞു, നബിയെ 2-3 ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. താൻ ഒന്നും ഉണ്ടാതെ നിശബ്ദനായിക്കൊണ്ട് രഹസ്യമായി ഒപ്പം വന്നാൽ വയറ് നിറയെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. എന്താ റസൂൽ ചെയ്തത്? നേരെ എഴുന്നേറ്റ് എന്നിട്ട് തുമ്പ അവിടെ വെച്ചു. എന്നിട്ട് എഴുന്നേറ്റ് പറഞ്ഞു, യാ അഹ്ല ഖന്ദഖ് ഹയ്യ വഹല്ല ബികും. ഖന്ദഖിന്റെ ആളുകളെ, നിങ്ങൾക്ക് ഇതാ സ്വാഗതം. ജാബിറിന്റെ വീട്ടിൽ വെള്ളമുണ്ട്, ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ മുഴുവൻ അങ്ങോട്ട് പോയിനാണ്. പക്ഷെ അവർക്ക് വയറ് നിറയെ ഭക്ഷിച്ചു എന്നാണ് ചരിത്രം. അത് റസൂലിന്റെ മുഅ്ജിസത്ത്. ഇവരക്കറിയാം, വിശപ്പ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ ഏത് അവസ്ഥയിലാണ് നാം ഉണ്ടാകേണ്ടത് പ്രിയപ്പെട്ടവരെ? പല രംഗങ്ങളിലും സമ്പത്തില്ലാതെ നാം പരീക്ഷിക്കപ്പെടും. ഉദാഹരണത്തിന്, എല്ലാവരുടെ വീട്ടിലും വാഹനങ്ങളുണ്ട്. നമ്മുടെ അയൽവാസികളുടെ, നമ്മുടെ കുടുംബക്കാരുടെ എല്ലാവരുടെ വീട്ടിലും വാഹനങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു വാഹനം പോലും ഇല്ല. പക്ഷേ EMI നമ്മുടെ മുന്നിലുണ്ട്. മാസാമാസം പലിശ അടച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഒരു രാത്രി നമ്മുടെ മകൾക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടിക്ക് സുഖമില്ലാതാവാണെന്ന് കരുതുക, കൊണ്ടുപോകാൻ ഒരു വാഹനമില്ലാതെ കരുതുക. അവസാനം അയൽപക്കക്കാരന്റെ വീട് മുട്ടി അവന്റെ വാഹനം തുറപ്പിച്ചിട്ട് അവന്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി വിചാരിക്കുക. ഹോസ്പിറ്റലിൽ പോയി ഓക്സിജനൊക്കെ കൊടുത്തു, ഗ്ലൂക്കോസൊക്കെ കൊടുത്തു, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി ഒരു വണ്ടി എടുക്കായിരുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കാണുന്നത്, ഒരു 3000 രൂപ മാസാമാസം അടച്ചാൽ വണ്ടി വീട്ടിന്റെ മുറ്റത്തെടുത്തു. പക്ഷെ പലിശ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, തവക്കുലില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൽ വരവേൽപ്പിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവൻ ആ കാര്യത്തിന് മുതിരും, അവൻ ആ വാഹനം എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയങ്ങൾക്ക് വേണ്ട, എന്തെങ്കിലും ചെയ്തിരിക്കും. പക്ഷേ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതല്ല, മാസത്തിൽ നീ 10 രൂപ തന്നാൽ മതി, 5 പൈസ പലിശ തന്നെന്ന് പറഞ്ഞാൽ അവനെ പണിക്കുന്ന പോലെ. കാരണം പലിശ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യമാണ്. അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക, നിങ്ങൾ പലിശ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എന്ന് പഠിപ്പിച്ച വിഷയമാണിത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് രാവിലെ വീട്ടിൽ നിന്ന് പണിയെടുക്കാൻ പോകുമ്പോൾ, ജോലിക്ക് പോകുന്ന സമയത്ത് വീടിന്റെ ഉമ്മറപ്പടിക്കൽ നിന്നുകൊണ്ട് ആ സഹാബത്തിന്റെ ഭാര്യമാര് പറഞ്ഞതെന്താണ്? മക്കള് ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായിട്ടോ, ആരെ കൊന്നിട്ടാണെങ്കിലും വറ്റുമണിയും കൊണ്ടല്ലാണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നല്ല ആ സഹാബികളുടെ ഭാര്യമാര് പറഞ്ഞത്. പട്ടിണി കിടന്നതിന്റെ 3-ാമത്തെ ദിവസം പ്രിയപ്പെട്ട ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയം
പ്രശ്നമില്ല, ഒരു മറ്റു പോലും ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഇനിയും നമുക്ക് പട്ടിണി എടുക്കാം, വയറിൽ നിറയെ വെള്ളം കുടിച്ച് വിശപ്പിന് നമുക്ക് മറക്കാൻ ശ്രമിക്കാം, കരയുന്ന നമ്മുടെ മക്കളെ നെഞ്ചോട് നമുക്ക് ചേർത്ത് പിടിക്കാം, ആ വിശപ്പ് നമുക്ക് സഹിക്കാൻ കഴിയും. പക്ഷേ ഹറാമിന്റെ ഒരു നാണയത്തൊട്ട് പോലും നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകരുത്. കാരണം ദുനിയാവിലെ വിശപ്പ് സഹിക്കുന്നത് പോലെ പടച്ചവന്റെ നരകത്തിലെ തീ സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വഞ്ചനയിലൂടെ ചതിയിലൂടെ അനധികൃതമായി സമ്പാദിച്ച ഒരു നാണയത്തൊട്ട് പോലും നിങ്ങളുടെ കൈകളിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താക്കന്മാരെ ജോലിക്ക് പറഞ്ഞയച്ച ആ ഭാര്യമാരുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ തവക്കുലിന്റെ ആളുകൾ, യഥാർത്ഥ സമർപ്പണത്തിന്റെ ആളുകൾ. ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ എന്തൊക്കെ പ്രയാസങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അല്ലാഹു പറഞ്ഞതിനപ്പുറം റസൂൽ പറഞ്ഞതിനപ്പുറത്തേക്ക് ഞാൻ സഞ്ചരിക്കില്ല, കളവിലൂടെ ഹറാമായ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ഞാൻ സമ്പാദിക്കാൻ തയ്യാറാവില്ല എന്ന് ഉറച്ച തീരുമാനങ്ങളെടുത്തു. സൂക്ഷിക്കുന്നവോ പടച്ചവൻ അവനൊരു പോംവഴി ഉണ്ടായി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവന്റെ കാര്യങ്ങൾ അവൻ പടച്ചവൻ നടത്തി കൊടുക്കുകയും ചെയ്യും. പടച്ചോ മതിയായവനാണ്, അതിന്റെ അപ്പുറത്തേക്ക് അവന് മറ്റൊരു ആവശ്യവുമില്ല, ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസ്, ആൾ നഷ്ടപ്പെട്ട് പരീക്ഷിക്കും, ഉറ്റവരും ഉടയവരും മരിച്ചു പോകും. വല്ലാത്തൊരു പരീക്ഷണമാണത്. നിങ്ങൾക്കറിയോ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്. ആ മരണത്തിന്റെ ദിവസം മദീനയിലെ അവസ്ഥ എന്തായിരുന്നു നമുക്കറിയാം. കരയാത്ത കണ്ണുകളൊന്നും അവിടെ ആരുണ്ടായിരുന്നില്ല. പ്രവാചകൻ അന്ന് രാവിലെ സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി സ്വഫ് കെട്ടി നിൽക്കുന്ന സഹാബികളെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ടുണ്ട്. അവസാനത്തെ പ്രസന്നത, അവസാനത്തെ പുഞ്ചിരി, അവസാനത്തെ പ്രവാചകനെ ദുനിയാവിലുണ്ടാകുമ്പോഴുണ്ടായ അവസാനത്തെ ജമാഅത്ത് നമസ്കാരം, ആ നമസ്കാരം കണ്ടിട്ട് റസൂലുള്ളാഹി പുഞ്ചിരിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹിന്റെ പുഞ്ചിരി കണ്ടിട്ട് സഹാബത്ത് വിചാരിച്ചു ളുഹർ നിസ്കാരത്തിന് നബി ഉണ്ടാവും, നമ്മൾ നമസ്കരിക്കും. ഈ ഒരു ചിന്തയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയ്ക്ക് പുറത്തുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി പോയത്. റസൂലുള്ളാഹിന്റെ മരണത്തിന്റെ വിവരം പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് താൻ പോയ മദീനയായിരുന്നില്ല തിരിച്ചു വരുമ്പോൾ കാണുന്നവർ കരയുന്നു. മദീന മുഴുവൻ ശോകമുഖമായിരിക്കുന്നു. അങ്ങാടികളിൽ ആളുകൾക്ക് കച്ചവടം ചെയ്യാൻ യാതൊരു താല്പര്യമില്ല. ആളുകളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു. പ്രവാചകന്റെ വീട്ടിന്റെ മുറ്റത്ത് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളിനെ ഊരിപ്പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ കഥ ഞാൻ കഴിച്ചാൽ ഞാൻ കൊന്നളയും എന്ന് പറഞ്ഞ് അവർ ആഘോഷിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ഉള്ളിലേക്ക് കയറി പ്രവാചകന്റെ നെറുകയിലേക്ക് ഉമ്മ വെച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരിക്കലും അല്ലാഹു രണ്ട് തവണ അങ്ങയെ മരിപ്പിക്കില്ല. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ആട്ടിൻകൂട്ടത്തെ പോലെ ചിന്തിച്ച് നിൽക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാത്ത അനിശ്ചിതത്വത്തിൽ പൊട്ടിക്കരഞ്ഞ് തേങ്ങിക്കൊണ്ടിരിക്കുന്ന ഉമ്മത്തി മുഹമ്മദിന്റെ മുന്നിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ നേതൃത്വം ഏറ്റെടുക്കാൻ. എന്നിട്ട് അവരോട് പറയാൻ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും. മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകൻ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ മടമ്പുകാലികളിൽ മടങ്ങിപ്പോകുകയാണോ എന്ന ആയത്ത് ഓതിക്കൊടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ബോധ്യപ്പെടുകയാണ്. ഉറ്റവരുടെ മരണം കൊണ്ട് നിങ്ങൾ ഞാൻ പരീക്ഷിക്കുമെന്ന് പടച്ചവൻ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കരളിന്റെ കഷ്ണമായ ഹൃദയത്തിന്റെ ഭാഗമായ സ്നേഹിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വിടപറച്ചിൽ കാണാൻ കഴിയാതെ അവിടെ ഇരുന്നു പോവുകയാണ്. അദ്ദേഹം പറയുന്നു, എന്റെ രണ്ട് കാലുകളും ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി, എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ എനിക്ക് തോന്നി. അവിടെ അങ്ങോട്ടും ഇസ്ലാമിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നു. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന അന്ന് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. 3 പൂവൻകോഴികൾ അദ്ദേഹത്തെ കൊത്തുന്നതാണ് സ്വപ്നം. 3 പൂവൻകോഴികൾ ഉമർ റളിയല്ലാഹു അൻഹു കൊത്തുന്നു. ആ
ആ കാലത്ത് സ്വപ്നവ്യാഖ്യാനം റസൂലിന്റെ അടുത്ത് നന്നായി പഠിച്ച ഒരു സഹാബ വനിതയോട് ഉമർ ചോദിച്ചു, എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? ആ സമയം ആ സഹാബ വനിത ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അസ്തൗദിഉല്ലാഹ ദീനക, അസ്തൗദിഉല്ലാഹ്. യാത്രയേക്കുന്ന സമയത്ത് യാത്രക്കാരോട് പറയേണ്ട വാക്ക് അതാ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ. അതിന്റെ അർത്ഥം അദ്ദേഹം മരിക്കാനായി എന്നുള്ളതാണ്, അദ്ദേഹത്തിന്റെ മരണം അടുത്തെത്തി എന്നുള്ളതാണ്. ഉമർ തന്റെ വാളിന്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് കൊല്ലന്റെ ആലയിലേക്ക് പോയപ്പോ ഉമറിനെ കൊല്ലാൻ വേണ്ടി ഇരുതല മൂർച്ചയുള്ള വാള് അവിടെ മൂർച്ച കൂട്ടുകയായിരുന്നു ഉമറുല്ലാഹിന്റെ ഘാതകൻ. പക്ഷേ അത് തന്നെ കൊല്ലാനുള്ള വാളാണ് എന്ന് ഉമറുല്ലാഹി തിരിച്ചറിഞ്ഞില്ല. പിറ്റേ ദിവസം സുബ്ഹ് നമസ്കാരത്തിന് ഉമർ റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫിലെ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഖാല ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഞാനിതാ റബ്ബേ എന്റെ സങ്കടങ്ങൾ നിന്നിലേക്ക് സമർപ്പിക്കുകയാണ് എന്ന് തുടങ്ങുന്ന സൂറത്ത് യൂസുഫിലെ ആയത്ത് പാരായണം ചെയ്തപ്പോൾ ഈ അപരാധി, ഈ വൃത്തികെട്ട മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തുകയാണ്. ആവർത്തിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിലേക്കും അയാൾക്ക് കഴിയുന്ന സ്ഥലത്തേക്ക് മുഴുവനും കുത്തിക്കളയുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നു. അദ്ദേഹം വീണു പോകുന്നു. ആ ഉമർ റളിയല്ലാഹു താങ്ങി പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഒന്നാമത്തെ സഫിൽ തന്നെയുണ്ട്. വീണുപോയ തന്റെ വാപ്പയെ ചേർത്ത് പിടിച്ചിട്ട് ആ മകൻ തിരിച്ചു പോകുകയാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. അവിടെ അബോധാവസ്ഥയിൽ നിന്ന് ബോധം വന്ന ഉടനെ ഉമർ റളിയല്ലാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം ചോദിക്കാണ്, ജനങ്ങൾ സുബഹി നമസ്കാരം പൂർത്തിയാക്കി? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, വാപ്പ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം, വാപ്പാക്ക് ബോധം വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക നിസ്കാരം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ അദ്ദേഹം വിട പറഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഒരു സഹാബിയുണ്ട്. ആ സഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഉമർ താങ്കൾ ഒരു വാതിലാണ്, ഇസ്ലാമിനും ഫിത്നയ്ക്കും ഇടയിലുള്ള ഒരു വാതിലാണ്. ആ വാതിൽ തകർന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തേക്ക് ഫിത്നകൾ കടന്നു വരുമെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമറിനോട് പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ആ വാതിൽ തുറക്കുകയാണോ ചെയ്യുക, അതല്ല ആ വാതിൽ ചവിട്ടി പൊളിക്കുകയാണോ ചെയ്യുക എന്ന് ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആ വാതിൽ ചവിട്ടി പൊളിക്കുകയാണ് ചെയ്യുക. അത് തന്നെയാണ് ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയായിരുന്നു. ഇസ്ലാമിന് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവൻ, അവിടെ നിന്നോട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം, തന്റെ സമുദായത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ ഉമ്മമാർ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മരണം, അവർ നിന്നോട്ട് പ്രവാചക പത്നിമാരിൽ ഓരോരുത്തരുടെയും മരണം മുസ്ലിം ലോകം അനുഭവിച്ച വലിയ വലിയ നഷ്ടങ്ങളാണ്. ഓരോ ആളുകളും മരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ മരിക്കുമ്പോൾ കടിഞ്ഞാണുള്ള പ്രവാചകന്റെ കയ്യിലാണ്, അബൂബക്കർ സിദ്ദീഖ് മരിക്കുമ്പോൾ മരണമുള്ള അബൂബക്കർ സിദ്ദീഖിന്റെ കയ്യിലാണ്. പക്ഷേ ഈ ആൾനഷ്ടം ഉണ്ടാകുന്ന സമയത്തെല്ലാം പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്ത് പിടിച്ചു നിന്നത് അടുത്തു വരാനിരിക്കുന്ന ഭരണാധികാരികളുടെ കഴിവിലല്ല, അതിൽ വിശ്വസിച്ചിട്ടില്ല, ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. ആ കാര്യം ഏതാണ് പ്രിയപ്പെട്ടവരെ? ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. ഞങ്ങൾ സംരക്ഷിക്കേണ്ടത് അല്ലാഹുവാണ്, ഞങ്ങൾക്ക് സഹായം നൽകേണ്ടത് അല്ലാഹുവാണ്. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി ഒരു നാട് കുരിശുദ്ധത്തിന്റെ സമയത്ത് ഒരു നാട് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് കപ്പൽ നങ്കൂരിട്ട സമയത്ത് രാത്രിയായി, സൂര്യനസ്തമിക്കാൻ തുടങ്ങി. സൂര്യനസ്തമിച്ചാൽ പന്തം കൊടുത്ത് യുദ്ധം ചെയ്യാനൊന്നും പറ്റൂല. കാരണം ആ പന്തത്തിനെന്തെങ്കിലും തകരാറ് സംഭവിച്ച് തൊട്ടുപോയാൽ സ്വന്തം പട്ടാളക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തും. അതുകൊണ്ട് കുരിശുദ്ധ പടയാളികൾ മുസ്ലിങ്ങളും തീരുമാനിച്ചു, ഇന്ന് യുദ്ധം വേണ്ട, രാവിലെ ആവട്ടെ, വെളിച്ചം വന്നു കഴിഞ്ഞ് പോരാടാം എന്ന് വിചാരിച്ച് അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് തമ്പടിച്ചു. രാത്രി, ഇരുട്ടുള്ള രാത്രി, ആ നിശബ്ദതയെ സാക്ഷിയാക്കിക്കൊണ്ട് കുരിശുദ്ധ പടയാളികളുടെ നടുവിൽ നിന്ന് പുരോഹിതന്മാരുടെ പ്രസംഗങ്ങൾ ഉയരാൻ തുടങ്ങി. അവരിങ്ങനെ ആവേശം കൊള്ളിക്കുന്ന ആവേശജനകമായ പ്രസംഗം പറഞ്ഞിട്ട് പടയാളികളെ ഇങ്ങനെ കോരിത്തെരിപ്പിക്കാൻ തുടങ്ങി. ആ സമയം സലാഹുദ്ദീൻ അയ്യൂബി നമസ്കരിക്കായിരുന്നു. അദ്ദേഹത്തിന് നമസ്കാരം കഴിഞ്ഞ് സലാം കൊട്ടി അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. വാക്കെന്തറിയോ? ഹസ്ബുനല്ലാഹ്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഈ വാക്കുകൾ നേരെ പോയി തറച്ചത് മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിന്റെ അടുത്തേക്കാണ്. അവരത് ഏറ്റുപറഞ്ഞു. കടലിന്റെ തിരമാലകളുടെ മർമ്മര ശബ്ദത്തിനേക്കാൾ വലിയ രൂപത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ
ശബ്ദമുയർന്നു, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഒരു യുദ്ധം പോലും വേണ്ടി വന്നിട്ടില്ല. ആ വാക്കുകൾ കുരിശുയുദ്ധ പടയാളികളുടെ കാലുകളെ മുട്ടുകളെ ഉറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പടച്ചോൻ എനിക്ക് മതി, എന്റെ റബ്ബ് എനിക്ക് മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മരിച്ചാൽ എനിക്ക് എന്താണ് പ്രശ്നം? എന്നാൽ കൊന്നാൽ ഞാൻ എന്റെ റബ്ബിന്റെ അടുത്തേക്കാണ് മടങ്ങി പോകുന്നത്. അവൻ എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരും എന്നൊരാളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കൊല്ലാനേ പറ്റൂ. അയാളെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹ് വഖാലു ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. അവരോട് ജനങ്ങൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ജനങ്ങളിതാ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, നിങ്ങൾക്കെതിരെ പടപ്പുറപ്പാട് നടത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക എന്നവരോട് പറഞ്ഞാൽ അവരുടെ പ്രതികരണം എന്താണ്? ഫസാദഹും ഈമാനാ, അവരുടെ ഈമാനത വർദ്ധിക്കുകയാണ്. വഖാലു, എന്നിട്ട് അവർ പറയുകയാണ് ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹു മതിയായവനാണ്, പഠിച്ചവൻ മതിയായവനാണ്. അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ആത്മബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ ഞങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. യുദ്ധത്തിന്റെ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്. കത്തിൽ എന്താണ് പറയുന്നതെന്ന് അറിയുമോ? ആ യുദ്ധത്തിൽ അപ്പുറത്തെ പടയാളികൾക്കുള്ളത് 1,00,000-ലധികം സൈന്യമാണ്. എന്നാൽ മുസ്ലിം സൈന്യത്തിന്റെ കൂടെയുള്ളത് 20,000-ഓളം മാത്രം ആളുകളാണ്. അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ, ഈ യുദ്ധം ജയിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ പടയാളികളുടെ ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് കൂടുതൽ സൈന്യത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു ജറാഹ്, ആ ആളുകളുമായി മാത്രം നീ യുദ്ധം ചെയ്യുക. ബദറിന്റെ രണഭൂമിയിൽ, ഖന്ദഖിന്റെ രണഭൂമിയിൽ, അഹ്സാബിന്റെ രണഭൂമിയിൽ മുസ്ലിങ്ങളെ സഹായിച്ച അതേ റബ്ബ് ഈ യുദ്ധത്തിലും നിങ്ങളെ സഹായിക്കാനുണ്ടാവുമെന്ന് പറഞ്ഞ് ആ യുദ്ധത്തിൽ വിജയശ്രീലായി 20,000 മാത്രം വരുന്ന സൈന്യവും കൊണ്ട് 1,00,000-ൽ വരുന്ന മഹാസൈന്യത്തെ തോൽപ്പിച്ച ആ സംഭവം തവക്കുലിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ പ്രസവിക്കുന്ന സമയത്ത് ആ നാട്ടിലുള്ള അവസ്ഥ എന്തായിരുന്നു? വലനജൈനാകും മിൻ ആലി ഫിർഔന യസൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉൻ മിൻ റബ്ബികും അദീം. ആൺകുട്ടികളെ കൊന്നുകളയുകയും പെൺകുട്ടികളെ ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്ന ഫിർഔനിന്റെ പട്ടാളക്കാരുടെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഇസ്രായേലി സന്തതികളിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടി വന്നു കഴിഞ്ഞാൽ ആ ആൺകുട്ടിയെ തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ ഫിർഔൻ പറഞ്ഞേൽപ്പിച്ചൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ പട്ടാളത്തിലുണ്ടായിരുന്നു. ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ധരിക്കുന്നത്. ആ ചോരപ്പുഴയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദുർബലരായ മൂസാ നബിയുടെ ഉമ്മ അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ, എന്നെ സഹായിക്കാനാകുന്നില്ല, എന്റെ ഈ പ്രിയപ്പെട്ട മകനെ കൊല്ലാൻ വേണ്ടി ഫറോവയുടെ പടയാളികളെ വീട്ടിലേക്ക് കയറുന്നതായി അവരെ തടയാനുള്ള സംവിധാനം എന്റെ കയ്യിലില്ല റബ്ബേ, അവരെ ചെറുക്കാനുള്ള സംവിധാനം എന്റെ കയ്യിലില്ല റബ്ബേ. നിഷ്കളങ്കനാണ്, നിരപരാധിയായ എന്റെ മകന്റെ സംരക്ഷണം നീ ഏറ്റെടുക്കണം എന്ന് അല്ലാഹുവിനോട് മൂസാ നബിയുടെ ഉമ്മ പ്രാർത്ഥിച്ചപ്പോ പടച്ചവൻ പറയുകയാണ്, നിനക്ക് ഭയമുണ്ടെങ്കിൽ, നിനക്ക് പേടിയുണ്ടെങ്കിൽ മൂസയെ ഒരു പെട്ടിയിൽ അടയ്ക്കുക, എന്നിട്ട് ആ നദിയിലേക്ക് ഒഴുകി കളയുക, അപ്രകാരം ചെയ്യുകയാണ്. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ പടയാളികളുടെ കയ്യിൽ തന്നെ ചെന്നെത്തുകയാണ്. ആ പടയാളികൾ മൂസാ നബിയുമായി ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. ആ കൊട്ടാരത്തിൽ നിന്ന് പെട്ടി തുറന്നു നോക്കി മൂസയെ കണ്ടപ്പോൾ കൊല്ലാൻ വേണ്ടി മാറോങ്ങിയ ഫറോവയുടെ കൈകൾ അതാ ഫിർഔനിന്റെ ഭാര്യ പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ കുട്ടിയെ നമുക്ക് കൊല്ലണ്ട, നമുക്കിവനെ വളർത്തിക്കൂടെ, നമുക്കൊരു സന്താനമാക്കിക്കൂടെ, എനിക്കും അമ്മയ്ക്കും വാദത്തെ കാലത്ത് കൺകുളിർമയാകുന്ന ഒരു മകനായി മാറിയാലോ. ഫിർഔൻ വാഴതിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയെ വാരിയെടുത്തിട്ട് ആ കുട്ടിയെ താലോലിക്കുകയാണ്, സ്നേഹിക്കുകയാണ്. അല്ല പഠിച്ചവൻ ആ അപകാരം ചെയ്യിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രംഗം കണ്ടുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം
വസ്സലാമിന്റെ സഹോദരി കൊട്ടാരത്തിലേക്ക് വരുന്നത് ഫിർഔനിന്റെ കൽപ്പന പ്രകാരം ആ നാട്ടിന്റെ നാനാഭാഗത്തുമുള്ള സ്ത്രീകൾ കൊട്ടാരത്തിലേക്ക് ചെയ്യാം. എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ? മൂസാ നബിക്ക് പാൽ കൊടുക്കുന്നതിന് വേണ്ടി, മുലപ്പാൽ കൊടുക്കുന്നതിന് വേണ്ടി. പക്ഷേ ആ സ്ത്രീകളുടെ മാർഗത്തിൽ നിന്നൊന്നും പാൽ കുടിക്കാൻ അല്ലാഹു മൂസാ നബിയെ അനുവദിച്ചില്ല. അവസാനം ഫിർഔൻ അറിയാതെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരി മൂസാ നബിയുടെ ഉമ്മയെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് വിടുകയാണ്. എന്നിട്ട് മൂസാ നബിയെ തന്റെ കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് മാർഗത്തിലേക്ക് ചേർത്ത് പിടിച്ചപ്പോ തന്റെ ഉമ്മയുടെ മാർഗത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനോട് പാൽ കുടിച്ച ചരിത്രം പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് താഹയിലൂടെ പഠിച്ചവൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മണിക്കൂറുകൾക്ക് മുമ്പ് ഏതൊരു ഭരണാധികാരിയെ ഭയന്നിട്ടാണോ ദുർബലനായ ആ മാതാവ് പിടിച്ചു പറിച്ചത്, അതേ ഭരണാധികാരിയുടെ സംരക്ഷണത്തിൽ, അതേ ഭരണാധികാരിയുടെ ചെലവിൽ, അതേ ഭരണാധികാരിയുടെ മൂക്കിന്റെ തുമ്പത്ത് വെച്ച് തന്റെ പ്രിയപ്പെട്ട മകനെ വളർത്താൻ മൂസാ നബിയുടെ ഉമ്മക്ക് അവസരം നൽകിയ പടച്ചറബ് ഈ മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ എന്ന ആവശ്യാനുസരണം വിളിക്കുമ്പോൾ ഒരിക്കലും തന്നെ ആ വിളിയെ അവഗണിച്ചു കളയില്ല, ഒരിക്കലും തന്നെ ആ വിളിയെ കേട്ടില്ലെന്ന് ധരിക്കില്ല. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. പ്രവാചകരെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിക്കുമ്പോൾ താങ്കൾ പറഞ്ഞു കൊടുക്കണം നബിയേ, ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, ഞാൻ വളരെ അടുത്തവനാണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന തേടുന്ന തേട്ടങ്ങൾക്ക് മുഴുവൻ ഉത്തരം നൽകുന്നവനാണ് ഞാൻ, മറുപടി നൽകുന്നവനാണ് ഞാൻ. എത്ര വലിയ തന്ത്രം പയറ്റുന്ന ഭരണാധികാരികൾ ലോകം ഭരിച്ചാലും ആ ഭരണാധികാരികളെല്ലാം ഹൃദയത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് മനുഷ്യ ഹൃദയങ്ങൾ ചലിക്കുന്നത് എന്ന് പരിശുദ്ധ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ, ആ നാഥൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ വിളിച്ചാൽ എന്താ പറഞ്ഞത്? വലഖദ് ഖലഖനൽ ഇൻസാൻ, ഞാനാണ് മനുഷ്യനെ പഠിച്ചത്. വനഅലമു മാ തവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഹൃദയാന്തരങ്ങളിലെ മുറുമുറുപ്പുകളും മർമ്മരങ്ങളും അറിയുന്നവനാണ് ഞാൻ. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ഞാൻ അവന്റെ കണ്ഠനാടിയേക്കാൾ അടുത്തവനാണ്. അവന്റെ നെടുവീർപ്പുകളും വിശ്വാസങ്ങളും പറയുന്ന അവന്റെ കണ്ഠനാടിയേക്കാൾ അടുത്തവനാണ് ഞാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ പടച്ചതം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മറ്റൊരു ശക്തിയെ അവലംബിക്കുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതേയല്ല. ഇന്ന് നമ്മുടെ ഉമ്മത്തിന്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇന്ന് നമ്മുടെ ഉമ്മത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തവും അതാണ്. പല കഥകളാണ് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. കേട്ടില്ലേ? പല കഥകൾ, ഏതൊക്കെ രീതിയിൽ, അതിൽ കുറച്ച് കഥകൾ നിങ്ങൾ അതിന്റെ ആഴം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഏതാനും ഉദാഹരണങ്ങൾ നമ്മൾ കുറെ കേട്ടതാണ്, എന്നാലും നിങ്ങളത് അറിയണം, ഒന്നുകൂടി ഒന്ന് കേൾക്കണം. പടച്ചോനെ കുറിച്ച് ഏത് രീതിയിലുള്ള ചിന്തകളാണ് ഈ നാട്ടിലെ പുരോഹിതന്മാർ സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. പടച്ചോനോട് ചോദിക്കാട്ട്, അല്ല കാന്തവൻ എന്റെ ഉസ്താദിനോട് ചോദിക്കാണ്ട് പടച്ചോനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു കൊടുത്ത് ഈ ഉമ്മത്തിന് ചില ആളുകൾ എത്തിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പടച്ചോനെ വിളിക്കും, അല്ല ഈ പറയുന്ന ഉസ്താദുമാരെയും മൗലിയാക്കളെയും വിളിക്കും. മാത്രമല്ല, ഒരു വലിയനെ കുറിച്ച് പറഞ്ഞെന്താണ്, കോഴിക്കോട് കല്ലായിൽ ഒരു ഹോട്ടലിൽ അദ്ദേഹം ചായ കുടിക്കാൻ കയറിയതാണ്. ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് ഇതിലാണ് ഒരു പത്രത്തിൽ, ഒരു ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഒരു ഫോട്ടോ കാണുന്നത്. പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോ ഇയാൾ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞത്രേ, CMR സംഭവം, ഇദ്ദേഹം പറഞ്ഞത്രേ, ഇയാളാണോ നിങ്ങളെ ഭരിക്കുന്നത്? കൂടുതൽ ആളോട് പറയാം, ഈ പെണ്ണാണോ നിങ്ങളെ ഭരിക്കുന്നതല്ലേ, ഈ പെണ്ണാണ് നിങ്ങളെ ഭരിക്കുന്നത്, ഞാൻ അവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന ഉസ്താദ് പറയാണ്, അത് പറഞ്ഞതോടുകൂടി ഇന്ദിരാഗാന്ധി ഡൗൺ, മൊറാർജി ദേശായി കയറും ചെയ്തു. ഇങ്ങനെ ഒരുപാട് കഥകൾ. ഇത് കേൾക്കുന്ന ഒരാൾ CM വിളിക്കും, പടച്ചോനെ വിളിക്കും. അല്ലാഹുവിന്റെ കഥകളിലും പടച്ചവന്റെ കഴിവുകളിലും അതിനേക്കാൾ വലിയ കഴിവുകളും കുതിരത്തുകളും ഇത്തരത്തിലുള്ള ഔലിയാക്കൾക്കും ഉസ്താദന്മാർക്കും ഉണ്ട് എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു, ഈ ഉമ്മത്തിനെ പറ്റിച്ചു, ഈ ഉമ്മത്തിനെ അല്ലാഹു നകറ്റി. കാരണം പടച്ചോൻ ഇങ്ങോട്ട് അടർത്തിയെടുത്താൽ മാത്രമേ ഈ ഉമ്മത്തിനെ ചൂഷണം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാഹുമായി ഒത്തു നിൽക്കുന്ന കാലത്തോളം ഈ ഉമ്മത്തിനെ ചൂഷണം ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലും പറ്റില്ല. പ്രിയപ്പെട്ടവരെ,
ഒരു കുട്ടിയെ, ചെറിയ പുലിക്കുട്ടിയെ വളർത്താൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ അച്ചിപ്പുലി എങ്ങോട്ടെങ്കിലും പോകണം, അല്ലെങ്കിൽ ആ കുട്ടിപ്പുലിയെ തൊടാൻ കഴിയില്ല നമുക്ക്. ഇതുപോലെ ആദ്യം ചെയ്യുന്ന എന്താണ്? അള്ളാഹുവിൽ നിന്ന് അവന്റെ അടിമകളെ അടർത്തി മാറ്റിയെടുക്കണം. എന്നിട്ട് അവരെ തനിയെ കൊണ്ടുപോയിട്ട് അവരുടെ തലച്ചോറിൽ ഇല്ലാത്ത ആശയങ്ങളൊക്കെ കുത്തി നോക്കണം. ഇതാണ് സ്ഥിതി. നിങ്ങൾ വയനാട്ടിലേക്ക് വരുന്ന ചുരം ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ ചുരത്തിന്റെ ഇടയിലും ഒരു ജാറുണ്ടാവും. ഏത് ചുരം എടുത്ത് നോക്കിയാലും അവിടെ ഒരു ജാറുണ്ടാവും. എന്തിനാണ് ഈ ജാറ്? പണ്ടൊക്കെ ചുരക്കയറുക എന്ന് പറഞ്ഞ ചെറിയ ടാസ്ക് ഒന്നുമില്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. ആ ചുരം ഇങ്ങനെ കയറുന്ന സമയം ആളുകൾക്ക് ഒരു പേടിയും ഭയമൊക്കെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഒരു 10 റുപ്യ അവിടെ ജാറത്തിലിട്ടിട്ട്, ശരി എന്നൊന്ന് കാക്കണേ, എന്നൊന്ന് മേലെത്തിക്കണേ, എന്നൊന്ന് താഴെ. ഏത് ചുരത്തിൽ നോക്കും, താമരശ്ശേരി ചുരം കയറുന്ന സമയത്ത് അടിവാരത്തുള്ള ഒരു ചാറുണ്ട്. ഇനി നിങ്ങൾ കുറ്റിയാടി ചുരം കയറാണെങ്കിൽ ചുരത്തിന് നടുവിൽ ഒരു ചാറുണ്ട്. പെരിയ ചുരം കയറാണെങ്കിൽ അവിടെയും നമുക്ക് ജാറം കാണാൻ കഴിയും. എല്ലായിടത്തും ജാറുണ്ട്. ഇതെന്തിനാണ്? ബിസിനസ്സാണ്, ഓർമ്മയില്ല. പച്ചയായ കച്ചവടമാണ് മനുഷ്യന്റെ ഭയത്തെയും പ്രതീക്ഷയെയും ചൂഷണം ചെയ്യുക. ഇസ്ലാം പറയുന്നത് ഈ ഭയവും പ്രതീക്ഷയും മുഴുവൻ അല്ലാഹുവിൽ മാത്രമേ പാടുള്ളൂ. പടച്ചോനെ ഭയപ്പെടാൻ പാടുള്ളൂ, പടച്ചോനെ മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, തവക്കുലിന്റെ യഥാർത്ഥമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, വണ്ടിയെടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകെ കാണിയാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു കുഴപ്പം നമുക്കുണ്ടാവില്ല. അതെല്ലാം തവക്കുൽ നമുക്കില്ലെങ്കിൽ നമ്മൾ പേടിക്കും, നമ്മൾ ഭയപ്പെടും. കണ്ണൊന്ന് പഠിച്ചാൽ മതി, നമ്മൾ പേടിക്കും. ഇടത്തെ കൈയിൽ ഉള്ള കൈ ഒന്ന് ചൊറിഞ്ഞാൽ മതി, നമ്മൾ പേടിക്കും. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് വലിയ താടി പച്ച പുറപ്പൊക്കെ വെച്ചിട്ട് ഒരാൾ വന്നിട്ട് ഈ വീട് ഒന്ന് പൊടിക്കണം, അല്ലെങ്കിൽ ഇവിടെ ദുർമരണങ്ങൾ നടക്കും എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ നമ്മളത് കേൾക്കും, നമ്മളത് അനുസരിക്കും. വെള്ളിയാഴ്ച കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, നിങ്ങളോട് ആരെങ്കിലും ഈ ഖുറാഫാത്തിനെ കുറിച്ച് തർക്കിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് എന്റെ നമ്പർ ഒന്ന് കൊടുക്കണം. എനിക്ക് എന്റെ ജീവിതത്തിലെ 3 അനുഭവങ്ങൾ അവരോട് പറയാറുണ്ട്. ആ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ചെറുപ്പത്തിൽ ഈ മൊയ്തി ശേഖരൻ കോയിനെ നേർച്ചയാക്കും. ആ കോയിനെ കണ്ട് തിന്നു കഴിഞ്ഞാൽ ഒരു പാമ്പ് വന്നിട്ട് ഇടങ്ങാറാക്കുന്നതാണ് സാധാരണ പറയുക. ഇവർ പറയും, എനിക്ക് ചെറുപ്പത്തിലേ അതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. കോഴിയല്ലേ, എന്താ പ്രശ്നം? അതിങ്ങനെ പൊരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാനതിന്റെ കഷ്ണൊക്കെ എടുത്തു തിന്നും. ഇന്നുവരെ എൻ്റെ അടുത്ത് ഒരു പാമ്പ് വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയന് ചെറുതായിട്ട് സുഖമില്ലാണ്ടായിരുന്നു. ഒരു പ്രേതം കൂടിയതാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് ആളുകളൊക്കെ വന്നിട്ട് കുറച്ച് മന്ത്രിക്കൊക്കെ ചെയ്ത് കുറച്ച് പട ഞാൻ നമ്മുടെ തൊടുവിലേക്ക് ഇങ്ങനെ എറിഞ്ഞിരുന്നു. ആ പട എടുത്ത് തിന്നാൽ ആ പ്രേതം തടിക്ക് കൂടുന്നതായിട്ട് അവർ പറഞ്ഞിരുന്നു. ഞാൻ ആ പഴം പോയി പറക്കി തിന്നിട്ടുണ്ട്, എനിക്കൊരു പ്രേതവും കൂട്ടിയിട്ടില്ല. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ ഇന്നും പ്രിയപ്പെട്ടവരെ, ഇന്നും അള്ളാഹുവിൽ നകറ്റി ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ ജനങ്ങൾ അങ്ങോട്ട് തളച്ചിടണം. ഇതിന്റെ ഒരേ ഒരു പ്രതിവിധി എന്താണ്? ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. പടച്ചോൻ തീരുമാനിച്ചതെല്ലാം എനിക്ക് വരും. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദിയ ലിമാ ഖറൈത. അല്ലാഹുവേ, നീ തടഞ്ഞത് തരാൻ ആരുമില്ല, നീ തന്നത് തടയാനും ആരുമില്ല, നീ വിധിച്ചത് റദ്ദ് ചെയ്യാനും ആരുമില്ല എന്ന് 5 വക്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്ന ഒരു മനുഷ്യൻ അവസാനം ഇത്തരത്തിലുള്ള കൊല്ലാപ്പുകളെ പേടിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഓന്റെ വിശ്വാസത്തിന് പിന്നെ എന്ത് അടിസ്ഥാനമുള്ളത്? ഓന്റെ വിശ്വാസത്തിന് പിന്നെ എന്ത് അർത്ഥമുള്ളത്? അതുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ കാലുകൾ പുറത്തേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നിന്റെ ഭയം അത് അല്ലാഹുവിനോട് മാത്രമാണ്, എന്റെ പ്രതീക്ഷ റബ്ബിനോട് മാത്രമാണ്. എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഞാൻ എന്റെ റബ്ബിലേക്ക് സമർപ്പിക്കുകയും അവനിലേക്ക് ഞാൻ മടങ്ങുകയും ചെയ്യും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വരമേൽപ്പിക്കുന്നവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുതവക്കിലുകളായി, യഥാർത്ഥ വരമേൽക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ വരമേൽപ്പിക്കുന്ന സ്വഭാവത്തിലൂടെ അവന്റെ ഉന്നതമായ സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചേരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഓഡിറ്റോറിയവും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളും റബ്ബേ അർഹമായ പ്രതിഫലം നീ അവർക്ക് നൽകുകയുണ്ടാകും. ഞങ്ങളുടെ ഈരറ്റവും സംസാരവും റബ്ബേ സാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ കൂടിയിരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയാണ്. ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ സംശുദ്ധമാക്കി ജീവിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم
النار ربنا تقبل منا إنك أنت السميع العليم